ചെയ്യാമെന്നായിരുന്നു. And we all know concrete is the backbone of നമ്മുടെ മേജർ പ്രവർത്തിയുടെ ബാക്ക്ബോൺ ആണ് കോൺക്രീറ്റ്. അപ്പോൾ കോൺക്രീറ്റിനെ പറ്റി എത്ര ക്ലാസ് നടത്തിയാലും ഐ തിങ്ക് ഇറ്റ് വിൽ ബി വർത്ത് ഫോർ എവരിവൺ. I request Skill Development Chairman Jibu to give the welcome address. Dear Chairman, our Speaker, Engineer Shyamkumar Shyamaprasad, and dear friends. Chairman, 2 മാസം മുമ്പ് ഈ സ്കിൽ ഡെവലപ്മെന്റ് ചെയർമാനായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തി എന്ത് കാര്യത്തിലാണ് എന്നെ ഇത് ആരും ബന്ധമില്ലാത്തതാണ്. അവിടെ പിന്നെയാണ് മനസ്സിലായത് ഈ പണ്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബാക്ക് ബെഞ്ചേഴ്സിനെ മോണിറ്റേഴ്സ് ആക്കും ഇതിനകത്തേക്കൊന്ന് വരാൻ വേണ്ടി. അതായിരിക്കുമെന്ന് തോന്നുന്നു. ഇനി നമ്മുടെ സ്പീക്കറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും അൽജോസ് സാറ്. അദ്ദേഹത്തെ പറ്റി കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ 3ാമത്തെ ടോക്കാണ് അദ്ദേഹത്തിന് നടത്തുന്നത്. ചെയർമാൻ പറഞ്ഞ പോലെ കോൺക്രീറ്റിനെ കുറിച്ച് എന്തോരം പറഞ്ഞാലും തീരില്ല. നമ്മുടെ ഒരു ബാക്ക് ബോൺ തന്നെയാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. ആൻഡ് സെഷൻ 1-2 അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വീണ്ടും അറിയാനുണ്ട്. എനിവേ, ലെറ്റ് മീ എഞ്ചിനീയർ Shyamkumar Shyamaprasad to this session. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ നേരത്തെയും വന്നിട്ടുള്ളതായിരിക്കും. അദ്ദേഹത്തിൻ്റെ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Anil Joseph will now briefly introduce the speaker and also brief about the session. Good afternoon all. നമുക്ക് ഇവിടെ ചെയർമാൻ പറഞ്ഞ പോലെ ജോർജ് പറഞ്ഞ പോലെ നമുക്കിതൊരു കണ്ടിന്യൂസ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത്രയും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാധനവും ഇല്ല. ചെറിയൊരു മാറ്റം വന്നാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പം അതിനെപ്പറ്റി നമുക്ക് പ്രശ്നങ്ങൾ വരാതെ മുന്നോട്ട് പോകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ക്ലാസ്സുകൾ നടത്തുന്നത്. നോളേജ് എൻഹാൻസ്മെന്റ് കോൺക്രീറ്റിൽ മാത്രമല്ല എല്ലാ ഫീൽഡുകളിലും. പിന്നെ ഇപ്പം അടുത്തൊരു സേഫ്റ്റിയുടെ ഒരു സെഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല മേഖലയിലും നമുക്ക് പിന്നെ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എന്തിലാണ് നിങ്ങൾക്ക് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ അതനുസരിച്ചുള്ള റിസോഴ്സ് പേഴ്സണെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ശ്യാമിന്റെ പലർക്കും ശ്യാമിന്റെ പരിചയം ഉണ്ടാവും. ഓൾറെഡി നമ്മൾ 2 സെഷൻ ചെയ്തതാണ്. എന്നാലും ഫോർമലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ആണ് എൻ്റെ കർത്തവ്യം. ശ്യാം എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. സെട്രാക്കിന്റെ ഫൗണ്ടർ ഡയറക്ടറാണ്. കഴിഞ്ഞ 32 കൊല്ലമായി ഈ ഫീൽഡിൽ വളരെ പ്രൊഫഷണലായിട്ട് സേവനം ചെയ്യുകയാണ്. ഒരുപാട് തോട്ട് പ്രോസസ്സിലൂടെയും പ്രോസസ് എൻഹാൻസ്മെന്റ് ഇൻ റെഡി മിക്സ് കോൺക്രീറ്റ് ഇൻഡസ്ട്രിയിലും കൺസ്ട്രക്ഷൻ ക്വാളിറ്റി മാനേജ്മെന്റുമാണ് സാറിന്റെ മെയിൻ സ്ട്രെങ്ത് പോയിന്റ്. ലോകത്തിലെ തന്നെ വളരെ പ്രശസ്തമായ പല കമ്പനികളിലും റെഡി മിക്സ് കോൺക്രീറ്റ് ഓർഗനൈസേഷന്റെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിലായിരുന്നു. ലഫാർജെ, അൺബട്ടൺ RMC, ക്യൂമിക്സ്, എക്സസ് ലൂട്ട ദുബായിലുള്ളത് അവരുടെ ടോപ്പ് മാനേജ്മെന്റ് പൊസിഷനാണ് സാർ വർക്ക് ചെയ്തിരുന്നത്. ഒരുപാട് ഇത് കൂടാതെ ലാബറട്ടറിയിലും കൺസ്ട്രക്ഷൻ മെറ്റീരിയലിന്റെ ഫുഗ്രോ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. ഫുഗ്രോയുടെ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ അക്രഡിറ്റഡ് ലാബിന്റെ ചാർജ് ആയിരുന്നു. അപ്പോൾ ഇറ്റ്സ് എ വെരി പാഷനേറ്റ് എഞ്ചിനീയർ. സെട്രാക്കിന്റെ ഫൗണ്ടർ ഡയറക്ടറും നേരത്തെ തൊട്ടുമ്പ് UNCCയുടെ റെഡിമിക്സ് ഹെഡ് ചെയ്തിരുന്ന ആളുമാണ്. സാറ് വളരെ നമുക്ക് ഭാഗ്യമാണ്. സാറിന്റെ ഒരു സെഷൻസ് അറ്റൻഡ് ചെയ്യുമ്പോഴും എവറി ടൈം ഞാനെപ്പോഴും പറയും ഈ സെഷൻസ് കഴിഞ്ഞു പോകുമ്പോൾ കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് ഈ മേഖലയിൽ അല്ലെങ്കിൽ 10-35 കൊല്ലമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുമെങ്കിലും എല്ലാ തവണയും തിരിച്ചു പോകുമ്പോൾ കുറെ പോയിന്റ്സ് കൊണ്ടുപോകാനുണ്ട്. അതാണ് ഇതിന്റെ ഈ സെഷന്റെ ഏറ്റവും ഇത്. അപ്പൊ ഞാൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ സെഷൻ ആയ how do raw material properties influence concrete behavior എന്നതിനെ പറ്റിയായിരിക്കും ഇന്ന് സംസാരിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സൈറ്റിൽ ഈ മിക്സ് ഉണ്ടാക്കുമ്പോൾ.
നമ്മുടെ ലോകത്ത് ഞാനു മുമ്പ് ഇവിടെ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഒരു ശ്യാം ഇൻട്രഡക്ഷൻ കഴിഞ്ഞു. ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണ്? വെള്ളം. അത് കഴിഞ്ഞുള്ള മെറ്റീരിയൽ ആർക്കെങ്കിലും പറയാം? അത് കഴിഞ്ഞ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? കോൺക്രീറ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ സൗണ്ട് പുറകിലെത്തുന്നുണ്ടോ? പുറകിരിക്കുന്നവരെയാണ് എനിക്ക് ഇഷ്ടം. സാറ് പറഞ്ഞ പോലെ ഞാൻ എന്തെങ്കിലും ചോദ്യമൊക്കെ ചോദിക്കുന്നത് പുറകിരിക്കുന്ന ആൾക്കാരോടാണ്. മുമ്പിലുള്ള ആൾക്കാരെല്ലാം സ്പെയർ ചെയ്യും. അവരെല്ലാം രക്ഷപ്പെട്ടു. ആദ്യമേ വന്ന് മുമ്പിൽ ഇരുന്നവരോടൊന്നും ചോദിക്കില്ല, പുറകിരിക്കുന്നവരോട് ചോദിക്കുക. എനിക്കിതൊരു ഇന്ററാക്റ്റീവ് സെഷനായിട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം. കാരണം നമ്മളിവിടെ വന്നിരിക്കുന്നത് നോളജ് ഷെയറിംഗ് ആണിത്. ഇപ്പം ഞാൻ എല്ലാം കോൺക്രീറ്റിനെ പഠിച്ചിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത്. ഇത് എവറി ഡേ യു ആർ ഗെയിനിങ് സം നോളജ് ഓൺ കോൺക്രീറ്റ്. അതാണ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഐ മീൻ ടു ദിസ് ഫോർ ലാസ്റ്റ് 32 years. കൂടുതൽ വർക്ക് ചെയ്യുന്ന മിഡിൽ ഈസ്റ്റിലാണ്. ഇഷ്ടംപോലെ കോൺക്രീറ്റ് കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ കോൺക്രീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 100-300 മീറ്ററിലേക്ക് പമ്പ് ചെയ്തിട്ടുണ്ട്. 100-120 നില വരെയൊക്കെ കോൺക്രീറ്റ് അടിച്ച് കെട്ടിയിട്ടുണ്ട്. ബുർജ് ഖലീഫ ചെയ്യാൻ പറ്റിയിട്ടില്ല. But I know what happened there. അപ്പം മെയിനായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് ഹൗ ഡു റോ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ഇൻഫ്ലുവൻസ് കോൺക്രീറ്റ് ബിഹേവിയർ. ബിഹേവിയറിന്റെ സ്പെല്ലിംഗ് ആരും നോക്കണ്ട കേട്ടോ, സ്പെൽ കറക്ഷൻ ഇട്ട് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഒരു യു മിസ്സങ്ങായിട്ട് തോന്നും. ഞാനിവിടെ സിമെന്റ് ആൻഡ് സിമെന്റീഷ്യസ് മെറ്റീരിയൽസിനെ പറ്റിയാണ് പറയുന്നത്. മെയിൻലി അഡ്വാൻറ്റേജ് ഓഫ് SCMs ആൻഡ് ബ്ലെൻഡഡ് സിമെന്റ്സ്. SCM എന്താണെന്ന് വെച്ചാൽ സപ്ലിമെന്ററി സിമെന്റീഷ്യസ് മെറ്റീരിയൽ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പലരും പ്രോജക്ട്സിൽ വർക്ക് ചെയ്യുന്നവരാണ്, റെഡി മിക്സുമായിട്ട് ഡയറക്റ്റ് ഒരു ബന്ധം ഉണ്ടാവില്ല. യു ആർ നോട്ട് മാനുഫാക്ചറേഴ്സ്, യു ആർ യൂസേഴ്സ് ഓഫ് കോൺക്രീറ്റ്. അപ്പം നിങ്ങൾക്ക് പല കാര്യത്തിലും നിങ്ങളുടെ കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ മോസ്റ്റ് പ്രോബബ്ലി യു മേ നോട്ട് ബി ഹാവിങ് ഡയറക്റ്റ് കൺട്രോൾ അല്ലേ? നിങ്ങൾ കോൺക്രീറ്റ് ഓർഡർ ചെയ്യുന്നു, ഏതെങ്കിലും ഒരു റെഡി മിക്സുകാരൻ അത് പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നു. കുറേ ആൾക്കാർ സൈറ്റിൽ മിക്സ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് മെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ ഏതാണ്? കോൺക്രീറ്റിന്റെ ഏത് മെറ്റീരിയലാണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത്? പെട്ടെന്ന് ആൻസർ ചെയ്യണം. നമുക്ക് പെട്ടെന്ന് നിർത്താം. നിർത്താം. ഏതിലാണ് ഇൻഫ്ലുവൻസ് ഉള്ളത്? നിങ്ങൾ ആ സൈറ്റിൽ കോൺക്രീറ്റ് മിക്സ് ചെയ്യുമ്പം ഏത് മെറ്റീരിയലാണ് നിങ്ങൾക്ക് കൂടുതൽ കൺട്രോൾ ഉള്ളത്? നിങ്ങൾക്ക് പ്രൊക്യൂർ ചെയ്യാൻ പറ്റുന്നത് ഈസി ആയിട്ട് സിമെന്റ് ആണ് അല്ലേ? അഗ്രിഗേറ്റിൽ വലിയ കൺട്രോൾ ഒന്നും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഒരു സിറ്റുവേഷൻ. കാരണം ഏത് ക്വാറിയിൽ നിന്ന് അല്ലെ ഏത് ക്രഷറിൽ നിന്ന് അവർ തരുന്നോ, അവർ ഏത് സൈസിലുള്ള മെറ്റീരിയൽ തരുന്നോ, അതൊക്കെ നിങ്ങൾക്ക് മിക്കവാറും അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും ഒരു ചോയ്സ് ഉള്ള ഏതാണ്? സിമെന്റ്, സിമെന്റീഷ്യസ് മെറ്റീരിയൽ ആണ്. ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം. ബെറ്റർ സിമെന്റീഷ്യസ് മെറ്റീരിയൽ. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഈ സിമെന്റ് ആൻഡ് സിമെന്റീഷ്യസ് മെറ്റീരിയലാണ് നിങ്ങൾക്ക് കൺട്രോൾ ഉള്ളതെങ്കിൽ ആ കൺട്രോൾ നിങ്ങൾ കറക്റ്റായിട്ട് വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഡിസ്കസ് ചെയ്യുന്നതിനൊപ്പം ആ മെറ്റീരിയൽസ് നിങ്ങളുടെ കോൺക്രീറ്റിലുള്ള ഇൻഫ്ലുവൻസ്, അതായത് കോൺക്രീറ്റിന്റെ ബിഹേവിയർ. കോൺക്രീറ്റിന് പല പ്രോപ്പർട്ടീസ് ഉണ്ടാകും. നമ്മൾ പണ്ട് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഐ ഡോണ്ട് നോ എത്ര പേര് എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാതെ ആരെങ്കിലും ഒന്ന് കൈവെക്കാവോ? എൻ്റെ കഴിഞ്ഞ സെഷൻ അറ്റൻഡ് ചെയ്യാത്തവരൊരു 10-15 പേരുണ്ട്. ഓക്കെ, കഴിഞ്ഞ സെഷൻസിലൊക്കെ ഞാൻ കാര്യമായിട്ട് കോൺക്രീറ്റിനെ പറ്റി സംസാരിച്ചാണ്. അപ്പം കോൺക്രീറ്റിന് ഏതൊക്കെ ഇപ്പൊ കൈവോക്കിയാൽ കോൺക്രീറ്റിന് ഏതൊക്കെ പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? കുട്ടി പറയും. പ്ലാസ്റ്റിറ്റി പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ, ഒന്നും വലിയ സംഭവമല്ല. 2 ഫോം ഉണ്ടല്ലോ കോൺക്രീറ്റിന്. ഫ്രഷ് ആയിട്ട് ഇരിക്കും, ആടനായിട്ട് ഇരിക്കും അല്ലെ? ഫ്രഷ് കോൺക്രീറ്റിലുള്ള പ്രോപ്പർട്ടീസ് എല്ലാം നിങ്ങൾ സൈറ്റിൽ കാണുന്നുള്ളൂ. അതെന്തൊക്കെയാണ്? ആരെങ്കിലും പറഞ്ഞാൽ മതി. വർക്കബിലിറ്റി വേണം. വർക്കബിലിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് കോൺക്രീറ്റ് ഉപയോഗിക്കാനേ പറ്റത്തുള്ളൂ അല്ലേ? പിന്നെ വേണ്ടത് എന്താണ്? മെയിൻലി നമ്മുടെ കാര്യത്തിൽ എന്താ വേണ്ടത്? സ്ട്രെങ്ത്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ളത്. ഇത് തരും. അപ്പം ഈ 2 പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് വേണ്ടത്. അതിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു റോ മെറ്റീരിയൽ ആണ് സിമെന്റ്. ഡെഫിനറ്റ്ലി അഗ്രിഗേറ്റിന് ഇൻഫ്ലുവൻസ് ഉണ്ട്, വെള്ളത്തിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. എല്ലാ റോ മെറ്റീരിയൽസും അഡ്മിക്സർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് കോൺക്രീറ്റ്. ബിക്കോസ് നിങ്ങൾ സൈറ്റിലാണെങ്കിൽ യു മേ നോട്ട് ബി യൂസിങ് അഡ്മിക്സർ ഇൻ യുവർ സൈറ്റ്. അഡ്മിക്സർ സൈറ്റ് യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട് ഇവിടെ? 1, 2, 3, 4 കുറെ 3-4 പേരുണ്ട്. പക്ഷെ കൂടുതൽ ആൾക്കാരും സൈറ്റ് മിക്സിൽ അഡ്മിക്സർ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ടുഡേ.
അപ്പം ലോക പരിസ്ഥിതി ദിനമാണ്. സോ ആരെങ്കിലും യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ വെബ്സൈറ്റിൽ പോയോ അവരുടെ വാട്ട് ഈസ് ദിയർ സ്ലോഗൻ ഫോർ ദിസ് ഇയർ 2024? I always start with environment talk because we are facing a lot of problems. You know, climate change is the biggest challenge we are facing. ഒരു രണ്ടാഴ്ച മുമ്പ് നമ്മളതെല്ലാം ഫേസ് ചെയ്തോളൂ. ഇല്ല, കഴിഞ്ഞ മാസം കൂടെ നമുക്ക് വീട്ടിലൊന്നും എവിടെ ഇരിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു അല്ലേ? ടെമ്പറേച്ചർ വാസ് സോ ഹൈ. പക്ഷെ അതിൻ്റെ അടുത്ത ഒരാഴ്ച മുന്നേ എന്തായിരുന്നു? നമുക്ക് റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. സോ വി ആർ റിയലി ഫേസിങ് ദ പ്രോബ്ലംസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. അതിൽ ഈച്ച് പേഴ്സൺ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അവരുടേതായ പങ്കുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ എല്ലായിടത്തും ഊന്നി പറയും. എനിക്കൊന്ന് കഴിഞ്ഞ 2 പ്രസന്റേഷനിൽ ഐ സ്റ്റാർട്ടഡ് വിത്ത് ക്ലൈമറ്റ് എൻവയോൺമെന്റ് മെസ്സേജ്. സോ അവർ ലാൻഡ്, അവർ ഫ്യൂച്ചർ, വി ആർ ജനറേഷൻ റിസ്റ്റോറേഷൻ. ജനറേഷൻ റിസ്റ്റോറേഷൻ, അതാണ് ഹാഷ്ടാഗ് ഈ വർഷത്തെ. എന്താണ് ജനറേഷൻ റിസ്റ്റോറേഷൻ? Anybody can answer? What is generation restoration? We are the last generation to restore the environmental conditions of the planet Earth. നമ്മളാണ് ലാസ്റ്റ് ചാൻസ് കിട്ടുന്ന ജനറേഷൻ. സോ അവരിട്ടിരിക്കുന്ന ഹാഷ്ടാഗ് ഇതാണ്, ജനറേഷൻ റിസ്റ്റോറേഷൻ. വി ആർ ദ ജനറേഷൻ. ഇപ്പോഴത്തെ ഈ ഇരിക്കുന്ന ജനറേഷൻ, ഇതിൽ പ്രായമായാലും പ്രായം കുറഞ്ഞവരുണ്ട്. പക്ഷെ ദിസ് ജനറേഷൻ, ഈ ജനറേഷൻ അപ്പുറത്തേക്ക് ഇപ്പൊ നമ്മൾ ആക്ഷൻസ് എടുത്തില്ലെങ്കിൽ, വി ആർ ഓൾറെഡി ലേറ്റ്. സോ ഇപ്പൊ നമ്മൾ ആക്ഷൻ എടുത്തില്ലെങ്കിൽ വി ആർ ഗോയിങ് ടു സഫർ. ഓൾറെഡി വി ആർ സഫറിങ്, 100% വി ആർ സഫറിങ്. അപ്പം ഇതിലേക്ക് സിമെന്റേഷൻ മെറ്റീരിയലും എന്താണ് റോള്? ഇതിൽ സിവിൽ എഞ്ചിനീയർ എന്താ റോൾ എന്നുള്ളതാണ് പറയുന്നത്. അതിനൊപ്പം തന്നെ സിമെന്റിന്റെ കോൺക്രീറ്റില് ഈ മെറ്റീരിയൽസിന്റെ ഇൻഫ്ലുവൻസ് എന്താണ്? നിങ്ങളിൽ എത്ര പേര് പറഞ്ഞു വരുന്നത്? ഞാനിപ്പം ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യമാണ് പറഞ്ഞത്. ടെമ്പറേച്ചർ ഹിറ്റ് ന്യൂ ഹൈസ് ആൻഡ് വേൾഡ് ഫെയിൽസ് ടു കട്ട് എമിഷൻസ്. ഇത് UNEP-യുടെ സൈറ്റിൽ നിന്ന് എടുത്തതാണ്. അറിയാം, ഈ ജൂലൈ 2023 കഴിഞ്ഞ 100 വർഷത്തെ ഏറ്റവും വലിയ ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്തത് വേൾഡിൽ. ആൻഡ് 2024 റെക്കോർഡ്സ് ആർ നോട്ടഡ് ഔട്ട്. അപ്പൊ അത് വരുമ്പോൾ അറിയാം എന്താണ് നമ്മളുടെ സ്ഥിതി എന്നുള്ളത്. അപ്പൊ ഇതൊരു ചെറിയ കാര്യമല്ല. അപ്പം ഇത് ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ള സ്ലൈഡാണ്. ലാസ്റ്റ് 2 presentations I show this. Limiting global warming to 1.5 degrees centigrade എന്നുള്ളതാണ് ലോകത്തുള്ള ഏത് ഇൻഡസ്ട്രിയുടെയും ഏത് പ്രസ്ഥാനങ്ങളുടെയും ഒരു ടാർഗറ്റ്. ഇപ്പം അല്ലെ, പല രാജ്യങ്ങളും അതിനുവേണ്ടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ എമിഷൻസ് ഒക്കെ കുറച്ച് ദ ഗ്ലോബൽ വാർമിംഗ് ഷുഡ് ബി ലിമിറ്റഡ് ടു 1.5 degree ബിഫോർ 2050 വരെ ഉള്ള സമയം. അതിനു മുമ്പ് നമുക്ക് ഇത് അച്ചീവ് ചെയ്യണം. പക്ഷെ ആസ് ഓഫ് നൗ അവർ ഗ്ലോബൽ വാർമിംഗ് ഹാസ് റേസ്ഡ് ടു 1.1 degree. ഓൾറെഡി ഇത് 1.1 എത്തിക്കഴിഞ്ഞു. അതായത് 1.5 ലിമിറ്റ് ചെയ്യേണ്ട സാധനം ഓൾറെഡി 1.1 എത്തിക്കഴിഞ്ഞു. എമിഷൻസ് ബൈ 2050 ടാർഗറ്റ് എത്രയാണെന്നറിയോ? 420 gigaton. അതായത് 420 billion tons ആണ് ഓഫ് CO2 emissions. അതാണ് മാക്സിമം ദ വേൾഡ് ക്യാൻ ടോളറേറ്റ്. പക്ഷേ ആസ് ഓഫ് നൗ വേർ വി ആർ 1325. ഓക്കെ, അപ്പം ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. ഇതിൽ ഇപ്പോഴാണ് ആൾക്കാർ, ഇപ്പോഴല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിലാണ് സീരിയസ് ആയിട്ട് ആൾക്കാർ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പൊ ഈ ക്ലൈമറ്റ് ചേഞ്ചും സിമെന്റും കോൺക്രീറ്റും ഒക്കെ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് പറയാം. സോ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആർ സെറ്റ് ടു ഡോമിനേറ്റ് ദി ക്ലൈമറ്റ് ചേഞ്ച്. അതായത് അർബനൈസേഷൻ സംഭവിക്കുകയാണ്. 2060 ആകുമ്പോൾ വേൾഡിലെ ഓൾമോസ്റ്റ് 60-70% ഓഫ് പോപ്പുലേഷൻ ഈസ് ഗോയിങ് ടു മൂവ് ടു അർബൻ ഏരിയ, സിറ്റീസ്. അപ്പൊ എന്താണ് കൺസ്ട്രക്ഷൻ ഇപ്പോൾ ഉള്ളതിന്റെ എനിക്ക് 3 ഇരട്ടി 4 ഇരട്ടി അത് കൂടുതൽ സിറ്റീസ് ഇനിയും ഡെവലപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. ആ സിറ്റീസ് ഒക്കെ ആരാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്? വി ആർ ഗോയിങ് ടു ഡെവലപ്പ് ഇറ്റ് അല്ലേ? പക്ഷെ കൊച്ചിയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ കൊച്ചി ഉണ്ടാവും എന്നുള്ളത് കുറച്ച് സംശയത്തിലാണ്. കാരണം 1.5 മീറ്റർ വെള്ളം മുങ്ങിയാൽ മതി, കൊച്ചി വെള്ളത്തിലാണ് അല്ലേ?
ആൻഡ് എവറി ഇയർ ഒരു 5 to 10 സെന്റി വെള്ളം പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഏത് ഗ്ലോബൽ വാർമിംഗ് കാരണം. കഴിഞ്ഞ ദിവസം മലയാള മനോരമ പേപ്പറൊക്കെ വായിച്ചോണ്ട് അറിയാം, അന്റാർട്ടിക്കയിൽ മഞ്ഞുരുന്നതിന് കൊച്ചിക്കാർക്ക് എന്ത് പ്രശ്നമെന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. പ്രശ്നമുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മുടെ അയലോകത്ത് എന്തെങ്കിലും പ്രശ്നം നമുക്ക് എന്താണ്, നമ്മുടെ വീട്ടിലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കും. പക്ഷെ ആക്ച്വലി അന്റാർട്ടിക്കയിൽ മഞ്ഞുരുകിയാൽ കൊച്ചിക്കാർക്ക് എന്ത് പ്രശ്നമെന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. ബട്ട് കൊച്ചി ഈസ് ഗോയിങ് ടു സിങ്ക്. മാൽദീവ്സ് ഒക്കെ പോകാണ്. മാൽദീവ്സ് ഒക്കെ എപ്പം മുങ്ങിയെന്ന് ചോദിച്ചാൽ മതി, ഇങ്ങനെ ആണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം വി ആർ ഗോയിങ് ടു ഫേസ്, otherwise our next generation is going to face. So that is why UN is പറയുന്ന generation restoration. We are the generation to restore. Take some decisions. Okay. Concrete ingredients എല്ലാവർക്കും അറിയാം. Aggregates ഉണ്ട്, cement ഉണ്ട്, water ഉണ്ട്. I am going to discuss about cement. So influence of cement on concrete properties. ഒരു സിമെന്റിന്റെ സെലക്ഷൻ ഓഫ് സോഴ്സസ് എന്തിനെ ബേസ് ചെയ്താണ് നിങ്ങൾ സിമെന്റ് സെലക്ട് ചെയ്യുന്ന സൈറ്റിൽ? ആരെങ്കിലും ഒന്ന് പറയാം? ആരെങ്കിലും സ്മാർട്ടായിട്ട് പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോകാം. നിങ്ങൾ സിമെന്റ് സൈറ്റിൽ എന്ത് ബേസിസിലാണ് സെലക്ട് ചെയ്യുന്നത്? എന്തോ സിമെന്റ് നിങ്ങളിപ്പോൾ സിമെന്റ് വാങ്ങിക്കുന്നില്ലേ സൈറ്റിൽ കോൺക്രീറ്റ് ഉണ്ടാക്കാൻ? അത് എന്ത് ബേസിസിലാണ്? പർച്ചേസ് ചെയ്ത് വാങ്ങിച്ചു തരുന്നു, ഞാൻ ഉപയോഗിക്കുന്നു, അതാണ് ആൻസർ. Brand name, right? You look into the brand name. I don't know, everyone will look into brand name, but most of the people, ചിലർ പറയാം അൾട്രാടെക് മതി. ഇപ്പൊ ചില കസ്റ്റമറിന്റെ അടുത്ത് നിന്ന് പറയും, ഈവൻ ഈ ഷാരൂഖ് ഖാന്റെ ഒക്കെ പരസ്യം കാണുമ്പോൾ അവർ പറയും എനിക്ക് അൾട്രാടെക് മതി എന്ന് പറയും. ചിലർ ഭാരതി പറയും, ചിലർ ഡാൽമിയ പറയും, ചിലർ there are so many brands, അല്ലേ? പ്രിയ, ഏതാണ്ടൊക്കെ എത്രയൊക്കെ ബ്രാൻഡുകളുണ്ട്. So you will look into brand name. What else? പ്രൈസ് എന്നുള്ളത് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഒക്കെ പറഞ്ഞു തുടങ്ങി. മുതലാളിമാരെ ആദ്യം പറയുന്നത് പ്രൈസ് ആണ്. ഓക്കെ, പ്രൈസ് റൈറ്റ്. ഞാൻ എപ്പോഴും കിടക്കുന്ന ആദ്യം പ്രൈസ് ആയിരിക്കും, പിന്നെ മുതലാളി പറയാ, അത് കഴിഞ്ഞിട്ട് ബ്രാൻഡിന്റെ കാര്യം പറയത്തുള്ളൂ. ബട്ട് ബ്രാൻഡ് നെയിം, പ്രൈസ്, ദെൻ ദി ടെക്നിക്കൽ സപ്പോർട്ട്, അല്ലേ? നിങ്ങൾ ആ സിമെന്റ് ഉപയോഗിച്ച് നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടായി, ഇഫ് യു ആർ ടേക്കിംഗ് ഇൻ ബൾക്ക്, യു ഡെഫിനറ്റ്ലി നീഡ് എ സപ്പോർട്ട്, ടെക്നിക്കൽ സപ്പോർട്ട്. നിങ്ങൾ ഒരു 10-15 ചാക്കാണ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡീലറുടെ അടുത്ത് പോയി കംപ്ലൈന്റ് പറയും, പ്രശ്നം അവിടെ തീരും. ഡീലർ അറ്റൻഡും ചെയ്യത്തില്ല. ചിലപ്പോൾ ഡീലർ പറയും ഓക്കെ ഞാൻ ശരിയായിട്ട് അവരോട് പറയാം. മേ ബി ദ സിമെന്റ് കമ്പനി വിൽ കം ആൻഡ് അറ്റൻഡ് ടു യുവർ പ്രോബ്ലം. ഇഫ് യു ആർ എ ബിഗ് കോൺട്രാക്ടർ, they may immediately attend to your problem. If you are a small time contractor, they may not even attend to your problem. Right? So you will look for, then you will be looking for feedback from engineer or contractor, right? ഇല്ലെങ്കിൽ ചില സ്ഥലത്താണെങ്കിൽ masons are very influential people. If you see all cement companies do technical meets or customer meets for masons. അവർക്ക് മേസൺസ് ഇല്ല, അവിടുത്തെ മെയിൻ ആയിട്ടുള്ള വർക്കേഴ്സിനെയാണ് അവർ ഇതുപോലത്തെയുള്ള മീറ്റിങ്ങിൽ വിളിക്കുക. കാരണം അത് ടെക്നിക്കൽ ടോക്കിന് വേണ്ടിയിട്ടല്ല, ദേ വിൽ ബി എ ഗുഡ് ലഞ്ച് ഓർ ഡിന്നർ. ഞാൻ പറഞ്ഞില്ലേ, ദേ വാണ്ട് ടു ഇൻട്രൊഡ്യൂസ് ദെയർ സിമെന്റ്, ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് ടു എന്റർടൈൻ ദം, ദാറ്റ്സ് ഓൾ. ബട്ട് ദേ ആർ വെരി ബിഗ് ഇൻഫ്ലുവൻസേഴ്സ്. സിമെന്റ് ഏത് വേണം, ഏത് ടൈപ്പ് വേണമെന്ന് മിക്കവാറും നിങ്ങളുടെ അവിടുത്തെ മേസ്ത്രി ആണ് പറയുന്നില്ല. വീട് പണിയുമ്പോൾ നമ്മൾ മേസ്ത്രിയോടാണ് ചോദിക്കുന്നത്, മേസ്ത്രി ഏത് സിമെന്റാണ് വേണ്ടത്, അത് പോരട്ടെ, അൾട്രാടെക് വരട്ടെന്ന് പറയും, ഇല്ലേ ഡാൽമിയ വരട്ടെന്ന് പറയും. അങ്ങനെയല്ലേ സാധാരണ സംഭവിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് അവൈലബിലിറ്റി, അല്ലേ? നിങ്ങൾ എപ്പോൾ ഓർഡർ ചെയ്താലും ഇഫ് യു ആർ ഗെറ്റിംഗ് ദ സിമെന്റ് ഓൺ ടൈം, യു മേ ഗോ വിത്ത് ദാറ്റ് ബ്രാൻഡ്, റൈറ്റ്? These are not technical things, you don't have to read, this is just as an introduction I am saying. But I want to insist you people to ask the cement supplier what are the sustainable actions taken by that cement company. I don't know, as a big consumer, I will be asking that. ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ സൈറ്റിൽ ഒരു ചെറിയ സൈറ്റ് ചെയ്യുന്ന ഒരു എഞ്ചിനീയർക്ക് യു മേ നോട്ട് ബി ഹാവിംഗ് ദ opportunity to ask the supplier, cement company, what are your sustainable actions, because cement production is creating 7% or 8% of CO2 emissions in the world. അപ്പോൾ ആ സിമെന്റ് കമ്പനിയുടെ
ഒരു നമ്പർ 1 റെസ്പോൺസിബിലിറ്റി ആണ്. ഹൗ ദേ വിൽ reduce it, how they are going to do sustainable, what are their sustainable actions എന്നുള്ളത്. So as a responsible engineer you should be asking them. See, I will tell you, if from so many sides engineers start asking this, they will also think of these actions. But I will tell you, more in India or all over the world, cement industry is one of the industry which is at a fast pace. They are taking actions on sustainable practices. Cement industry, ബാക്കി ഏത് ഇൻഡസ്ട്രി വെച്ച് നോക്കിയാലും cement industry is fast. Our a lot of actions they are taking. Okay, so they are taking some actions and I want to support them in that action. That is what I am going to discuss further. So സിമെന്റിന്റെ ചില ഇഷ്യൂസ് പറഞ്ഞു പോവാം. ഇങ്ങനത്തെ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ പറയണം. കാരണം കോൺക്രീറ്റ് ബിഹേവിയറിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നാണ് എന്റെ ചോദ്യം. ഫാൾ സെറ്റ് ആൻഡ് ഫ്ലാറ്റ് സെറ്റ്, ഇത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ആരൊക്കെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്? കേട്ടിട്ടുണ്ടോ? ഇല്ല. ഫാൾ സെറ്റോ ഫ്ലാഷ് സെറ്റ് ഒന്നും കേട്ടിട്ടില്ല. നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല? കോൺക്രീറ്റ് സൈറ്റിൽ മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കോൺക്രീറ്റ് സെറ്റ് ആവുന്നു, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല? ആർക്കും ഉണ്ടായിട്ടില്ല? ഇല്ലേ? ഓക്കെ, ചിലപ്പം അത് സെറ്റായി തോന്നുമ്പോൾ നിങ്ങളൊന്ന് കൈവച്ച് നോക്കിയാൽ ഭയങ്കര ടെമ്പറേച്ചർ ആയിരിക്കും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, ഫ്ലാറ്റ് സെറ്റും ഫാൾ സെറ്റും ഉണ്ട്. ഓക്കെ, ഫോൾസ് ആയിട്ടുള്ള സെറ്റ് എന്താണ്? പെട്ടെന്ന് റിജിഡിറ്റി ഉണ്ടാവും. ദാറ്റ് വിൽ ഹാപ്പൻ ഇൻ 5 minutes ആഫ്റ്റർ മിക്സിംഗ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ സിമെന്റ് കമ്പനിയെ, എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സിമെന്റ് കമ്പനിയെ സിമെന്റുകാരെ വിളിച്ചിട്ട് പറയും ഇത് കോൺക്രീറ്റ് പെട്ടെന്ന് ഹാർഡാവുന്നു, ദർ ഈസ് എ പ്രോബ്ലം എന്ന് പറയും. പക്ഷെ if there is no heat developed, നിങ്ങൾ മിക്സ് ആയി അത് പെട്ടെന്ന് സെറ്റായി തോന്നി അതിനകത്ത് ഹീറ്റ് ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു ഫോൾസ് ആയിട്ടുള്ള സെറ്റിംഗ് ആണ്, അതൊരു പ്രോബ്ലം അല്ല. നിങ്ങൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റിംഗ് പ്രോബ്ലം പോകും. പക്ഷെ ഫ്ലാഷ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇമ്മീഡിയറ്റ് സെറ്റിംഗ് തന്നെയാണ് കോൺക്രീറ്റിന്റെ. ഫ്ലാഷ് സെറ്റിംഗ് വന്ന ഒരു കോൺക്രീറ്റ് ബാഗ്സ് നിങ്ങൾ സൈഡിൽ മാറ്റി വെക്കുക ആൻഡ് ഡോണ്ട് യൂസ് ഇറ്റ്. ഓക്കെ, ഇത് ജസ്റ്റ് ഞാൻ ഓരോ പ്രോപ്പർട്ടി, നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഇല്ലാത്ത സ്ഥിതിക്ക് പറയേണ്ട കാര്യമില്ല. ഈ ഫൈൻനെസ് ഓഫ് സിമെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? സിമെന്റ് വെറുതെ വാങ്ങിക്കാൻ ഉപയോഗിക്കാന്നുള്ളൂ അല്ലേ? എന്താണ് ഫൈൻനെസ് ഓഫ് സിമെന്റ്? സിമെന്റിന്റെ ഫൈൻനെസ് എന്താണ്? കൂടുതൽ പൗഡർ ആയിട്ടാണെങ്കിൽ കൂടുതൽ ഫൈൻ ആണെന്ന് പറയും അല്ലേ? അതായത് പാർട്ടിക്കിൾ സൈസ് കുറയുന്നതോറും ഫൈൻനെസ് കൂടുതലാവുന്നല്ല നമ്മൾ പറയുന്നത്. ഫൈൻനെസ് കൂടുമ്പോൾ കോൺക്രീറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? നിങ്ങളിപ്പോ നിങ്ങളുടെ സൈറ്റ് വാങ്ങിച്ചത് സിമെന്റ് ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഒരു മാസമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാനുഫാക്ചർ ആണെങ്കിൽ he has to look into all these things. സിമെന്റിന്റെ ഫൈൻനെസ് എന്താണ്? സിമെന്റിന്റെ ഫൈൻനെസ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഹൈഡ്രേഷൻ പ്രോസസ്സിന് കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും അല്ലെ? ഹൈഡ്രേഷൻ പ്രോസസ് ഫാസ്റ്റ് ആകുമ്പോൾ എന്താണ്? പെട്ടെന്ന് സെറ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഇനിഷ്യൽ സ്ട്രെങ്ത് കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. So fineness of cement increase the rate of hydration. Same time, it needs more water. It increases the amount of mixing water. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്തുകൊണ്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും വെള്ളം ഒഴിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? സാധാരണ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച സിമെന്റിൽ ഞാൻ 50 ലിറ്റർ വെള്ളം ഒഴിച്ചുള്ളൂ, ഇപ്രാവശ്യം അത് 60 ഒഴിച്ചിട്ടും അതിന് വർക്കബിലിറ്റി കിട്ടുന്നില്ല. സോ വാട്ട് വിൽ ബി ദ റീസൺ? വൺ ഓഫ് ദ റീസൺ ഈസ് ദാറ്റ് സിമെന്റിന്റെ ഫൈൻനെസ് മാറിയിട്ടുണ്ടാവും. ഓക്കെ, സിമെന്റ് സ്റ്റോറേജ് നിങ്ങൾ ചെയ്യാറുണ്ടോ? ഹൗ യു ആർ സ്റ്റോറിംഗ് ഇറ്റ്? ആർ യു ഫോളോയിങ് എനി സ്റ്റാൻഡേർഡ്സ്, എനി പ്രാക്ടീസസ്? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. സിമെന്റ് സ്റ്റോറേജിൽ എന്തെങ്കിലും പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നു? പുറകെ ഇരിക്കുന്ന ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? ബാക്ക് സൈഡ് അതല്ല, സ്മൈലിംഗ് ഫേസ് ഒന്ന് പറയാമോ? നിങ്ങൾ സിമെന്റ് സ്റ്റോക്ക് ചെയ്യാറുണ്ടോ? സിമെന്റ് സ്റ്റോക്ക് ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് സ്റ്റോക്ക് ചെയ്യുന്നത്? എന്തോ എങ്ങനെയാണ് സിമെന്റ് സ്റ്റോക്ക് ചെയ്യുന്നത്? സിമെന്റ് സ്റ്റോക്ക് ചെയ്യാറുണ്ടോ സൈറ്റിൽ? ഇല്ല. സിമെന്റ് സ്റ്റോക്ക് ചെയ്യാറുണ്ടോ?
10 ബാഗ് വരെ അട്ടിയാക്കി വെക്കും. മാക്സിമം 10 ബാഗ്സ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അല്ല അതുകൊണ്ടല്ല അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം തന്നെയാണ് ചെയ്തത്. 10 ബാഗ്സ് അല്ലേ, 10 ബാഗ് വരെ അട്ടിയാക്കി വെക്കും. വേറെ ഒരു നിയമമില്ല. എവിടെയാണ് വെക്കുന്നത്? പ്ലാറ്റ്ഫോം. എങ്ങനെയാണ്, എങ്ങനത്തെ പ്ലാറ്റ്ഫോമാണ്? ഇതൊരു ചെറിയ ചോദ്യം കേട്ടോ, ഇതൊരു വലിയ ചോദ്യമല്ല. പെട്ടെന്ന് പറയാമോ? What should be the spacing between the stacks of bag? അതായത് 10 ബാഗ് ഇവിടെ അടുക്കി വെച്ചു. അത് അടുക്കി വെക്കുന്ന രീതി കണ്ടിട്ടുണ്ടല്ലോ, അങ്ങേ സൈഡ് വെച്ച് ഒരു പടം കാണിച്ചിട്ടില്ലേ? എങ്ങനെയാണ്? 10 അടുക്കി വെച്ചു. ദെൻ നിങ്ങളൊരു റൂമിനകത്തായിരിക്കും ഇത് വെക്കുന്നത്, അത് ഓപ്പൺ ആയിട്ടാണോ? ഈ സൈഡിൽ ഓപ്പൺ ആയിരിക്കും അല്ലേ? കണ്ടെയ്നറിനകത്ത് എങ്ങനെ വെക്കും? സ്റ്റാക്ക് ചെയ്യും. ആർ യു ഗിവിംഗ് എനി സ്പേസിംഗ്? സ്പേസിംഗ് കൊടുക്കാറുണ്ടോ? ഇല്ല. ഓക്കെ, നമ്മളുടെ കുറെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ. അവരും പറയുന്നതാണ് ഞാൻ പറയുന്നത്. 0.6 മീറ്റർ ഷുഡ് ബി ദ ഗ്യാപ് ബിറ്റ്വീൻ ആ രണ്ട് സ്റ്റാക്ക് ഉണ്ടല്ലേ. ഇത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ പറയുന്നതാണ് കേട്ടോ, ആരും ഫോളോ ചെയ്യാറില്ല. മാക്സിമം 10 ബാഗ്സ് ആണ് നമുക്ക് വെക്കാവുന്നത്. ആ 10 ബാഗ്സ്, ഈ ബാഗ്സ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ട് അതിനിടയിലുള്ള ഈ സ്പേസിന്റെ കാര്യമാണ് 600 mm ഇല്ലേ 0.6 മീറ്റർ എന്ന് പറഞ്ഞത്. ഈ സൈഡിൽ നിന്നും അത്രയും തന്നെ ഗ്യാപ്പ് ഉണ്ടാവണം. ഇങ്ങനെ വേണം സിമെന്റ് ആക്ച്വലി സ്റ്റോക്ക് ചെയ്യാൻ. സിമെന്റ് സ്റ്റോക്ക് ചെയ്യണമെന്ന് പറയുന്നതിനാ പ്രോപ്പറായിട്ട് മോയ്സ്ചർ കയറി അത് സെറ്റായി ആ സിമെന്റ് നശിച്ചിട്ട് പിന്നെ അടുത്തൊരു 10 ബാഗ് വേസ്റ്റ് ആക്കി വീണ്ടും ഒരു 10 ബാഗ് അതിന് വരെ വാങ്ങിച്ച് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? യു ആർ ജസ്റ്റ് ഇൻക്രീസിങ് ദ ഗ്ലോബൽ വാർമിംഗ്. അതായത് യു ആർ യൂസിങ് മോർ സിമെന്റ്, യു ആർ വേസ്റ്റിംഗ് സിമെന്റ് ആൻഡ് യു ആർ കോൺട്രിബ്യൂട്ടിംഗ് ടു ദി ക്ലൈമറ്റ് ചേഞ്ച് എൻഡ് ഓഫ് ദ ഡേ. അപ്പൊ നിങ്ങൾ ഇത് സിമെന്റ് സ്റ്റോക്ക് ചെയ്യുന്ന ഇതാണ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇത് സൈറ്റ് ചെയ്ത കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. സപ്ലിമെന്ററി സിമെന്റീഷ്യസ് മെറ്റീരിയൽ ഏതൊക്കെയാണ് ആർക്കെങ്കിലും പറയാമോ? Any one of you are using supplementary cementitious material in any of your projects? ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ടോ? എന്തൊക്കെയാണ് സപ്ലിമെന്ററി സിമെന്റീഷ്യസ് പ്രോഡക്റ്റ്? ഫ്ലൈ ആഷ്, GGBS, സിലിക്ക ഫ്യൂം. ഇതാണ് മേജർ ആയിട്ടുള്ള സപ്ലിമെന്ററി സിമെന്റീഷ്യസ് മെറ്റീരിയൽ. വേറെ സാധനങ്ങളുണ്ട്. മെറ്റാകാവലിൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. എന്താണെന്നറിയാതെ ക്ലേന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഈ സാധനം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാറുണ്ടായിരുന്നു. എവിടെയാണെന്ന് അറിയാമോ? ഇംഗ്ലീഷ് ഇന്ത്യ ക്ലേ എന്ന് പറഞ്ഞ് കൊച്ചുവേളിയിൽ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. They were producing metakaolin which was being used in concrete. ഈ ഡ്യൂറബിൾ കോൺക്രീറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച സാധനമാണ്. നമ്മുടെ നാട്ടിലായതുകൊണ്ട് അത് കൂട്ടിച്ചു, അതിപ്പോൾ ഇല്ല. പിന്നെ വോൾക്കാനിക് ആഷ്, റൈസ് ഹസ്ക്, ഗ്രൗണ്ട് ഗ്ലാസ് ഫോസ്ഫോറൈഡ്സ്. ഇതൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. ഞാൻ ഫ്ലൈ ആഷ് ആൻഡ് GGBSനെ പറ്റി മാത്രം നിങ്ങളോട് സംസാരിക്കാം. കാരണം എത്ര പേര് ഫ്ലൈ ആഷ് ചേർന്ന കോൺക്രീറ്റ് മിക്സ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്? ഒന്ന് കൈവെക്കാം. ഫ്ലൈ ആഷ് ചേർന്ന മിക്സ് എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്? ഒരാളേ ഉള്ളൂ? 2 പേര്? 3? എന്ത് മിക്സ് ആണ് ഉപയോഗിക്കുന്നത്? RMC ഓർഡർ ചെയ്യും. അല്ല സൈറ്റിലോ? OPC ആണ് ഉപയോഗിക്കുന്നത്. OPC അല്ല വേറെ സിമെന്റ് ഉപയോഗിക്കുന്ന ആരുമില്ല ഇവിടെ? PPC. അതാണ് ചോദിച്ചത്. ഫ്ലൈ ആഷ് ഉപയോഗിക്കുന്ന ആരാണ് ചോദിച്ചത്. അപ്പൊ സിമ്പിൾ ആണ്. ഇഫ് യു ആർ യൂസിങ് PPC, that is with fly ash. പൊസ്ലാനിൽ കേട്ടിട്ടുണ്ടോ? ഫ്ലൈ ആഷ് എന്താ പറഞ്ഞേ? PPC എന്നല്ല പറഞ്ഞേ. PPCയുടെ ഫുൾ ഫോം പറയാമോ? ഇതുപോലെ ഒരു പ്രതികരണം ഒരാൾ പറയാം. P എന്താണ്? PPC. പോർട്ട്ലാൻഡ് സ്ലാൻഡ് സിമെന്റ്.
ഓക്കെ, എന്താണ് പൊസലാൻ എന്ന് പറഞ്ഞാൽ അറിയാമോ? പറയാമോ? പൊസലാൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെ പറ്റിയാണ് സംസാരിക്കുന്നത് കേട്ടോ. നമ്മളോട് ബേസിക് ആയിട്ട് ചോദിച്ചാൽ വാട്ട് ഈസ് PPC എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണ്ടേ? നമ്മൾ ഉപയോഗിക്കുന്ന സാധനമല്ലേ. എന്താണ് പൊസലാൻ എന്ന് പറഞ്ഞാൽ? എന്തോ എനിക്കുണ്ടല്ലോ പ്രസന്റേഷൻ ഐ ക്യാൻ ഫിനിഷ് ഇറ്റ് ഇൻ 35-40 minutes കണ്ടിന്യൂസ്ലി. ഞാൻ ഇതൊക്കെ പറഞ്ഞു പോകും. അങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അങ്ങനത്തെ ഒരു പ്രസന്റേഷൻ അല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എനിക്ക് ചെയ്യാം. ഐ ക്യാൻ ഡു ഇറ്റ്. ഞാൻ ലാസ്റ്റ് 2 weeks ബാക്ക് കോൺഫെസ്റ്റ് 2024 എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്ത് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ദേ ഹാവ് ഗിവൺ മീ 15 minutes. അതായത് 10-15 സ്പീക്കേഴ്സ് ഉണ്ട്. ഈ TEDx സ്റ്റൈലിൽ everyone gets 15 minutes, you have to present something. So I did it rapidly. I mean, ഒരു റാപ്പിഡ് ഫയർ പോലെ ഞാൻ മൈക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ I did not stop. I stopped when they 15 minutes ആയപ്പോൾ അവർ ബെല്ലടിക്കും ആദ്യത്തെ, പിന്നെ 1 minute കൂടെ നേരം ഫൈനൽ ബെല്ലടിക്കും. ആ സമയം കൊണ്ട് തീർക്കണം. അങ്ങനെ എനിക്ക് പറഞ്ഞിട്ട് പോവാം. പുറകെ ഇരിക്കുന്ന ഈ റോയ്ക്ക് പുറകെ ഇരിക്കുന്നവരെല്ലാം ഇരുന്ന് ഉറങ്ങും. ഇപ്പൊ ഓൾറെഡി ഉറങ്ങി തുടങ്ങി. ഞാൻ അവിടെ ചോദിച്ചിട്ടില്ല. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അത് ഞാൻ ഇവരോടുള്ള ഇതിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വി ആർ ഗോയിങ് ടു ഇന്ററാക്ട്. അതായത് പറഞ്ഞിട്ട് പോകുമ്പോൾ മനസ്സിലാക്കി പറഞ്ഞിട്ട് പോയിട്ട് കാര്യമുള്ള, അല്ലെങ്കിൽ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകും. നമ്മൾ സ്ഥിരം പറയുന്ന വേർഡാണ് PPC. അതിന്റെ ഫുൾ ഫോം ഇപ്പൊ പറഞ്ഞു. എന്താണ് പൊസലാൻ എന്ന് പറഞ്ഞാൽ? ഇതൊന്നും പഠിക്കണ്ടായിരുന്നു കേട്ടോ. സിലീഷ്യസ് ഓർ സിലിക്കോ അലുമിനിയസ് മെറ്റീരിയൽ ദാറ്റ് വിൽ ഫൈനലി ഡിവൈഡഡ് ഫോം ആൻഡ് ഇൻ ദ പ്രസന്റ്. ഇതൊന്നും അല്ല സംഭവം എന്ന് പറഞ്ഞാൽ ഫ്ലൈ ആഷ് ഇസ് എ പൊസലാനാണ്. അതിനകത്തുള്ള സിലിക്ക കണ്ടന്റാണ് കൂടുതലുള്ളത്. അതെങ്ങനെ സിമെന്റുമായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ള സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ഫ്ലൈ ആഷും സിലിക്ക ഫ്യൂമും ഒക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പൊസലാൻസ് ആണ്. ഇതൊക്കെ 2000 വർഷം മുമ്പുണ്ട്. ഈ ഇത് പറയുന്ന ഈ അഗ്നിപർവ്വതം അറിയാമോ? കേട്ടിട്ടുണ്ടോ? വെസൂവിയസ് എന്ന് പറയും. ഇറ്റലിയിലുള്ളതാണ്. പൊസോളി എന്ന് പറയുന്ന അന്നത്തെ സിറ്റിയാണ്. ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് യൂസിങ് പൊസലാൻസ്. ലൈം സ്റ്റോണും ഈ ഇവരുടെ ഇവിടുന്ന് വരുന്ന ഫ്ലൈ ആഷസ് ഉണ്ടല്ലോ, ഫ്ലൈ ആഷ് അല്ല, വോൾക്കാനിക് ആഷസ്. ഈ വോൾക്കാനിക് ആഷസ് മിക്സ് ചെയ്തിട്ടാണ് ഈ റോമിലുള്ള പല സ്ട്രക്ചേഴ്സും നമ്മളിപ്പോൾ കാണുന്നതെല്ലാം നിലനിൽക്കുന്നത്. അതായത് അന്ന് PPC ഉപയോഗിച്ച് ചെയ്ത കൺസ്ട്രക്ഷനാണ് ഈ 2000 വർഷം കഴിഞ്ഞിട്ട് AD 90 ഒക്കെ ചെയ്ത കൺസ്ട്രക്ഷനാണിത്. ഈ സ്റ്റേപ്പിലാണെന്നേ ഉള്ളൂ. റീറ്റെയിനിങ് ഇറ്റ് ബിക്കോസ് ആ ഒരു ട്രഡീഷൻ ഒക്കെ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ഇതുപോലെ റോമിലെ പല സാധനങ്ങളുണ്ട്. റോമിലൊക്കെ സാധനം പോയിട്ടുള്ളവർക്കറിയാം. റോമിലെ പല സ്ട്രക്ചേഴ്സും എന്താണ് PPC വെച്ചാണ് ചെയ്തേക്കുന്നത്. ആക്ച്വലി ടൈപ്പ് ഓഫ് PPC, എക്സാക്ട് ഇന്ന് കിട്ടുന്ന PPC അല്ല, അന്ന് അവർ ചെയ്ത PPC ആണ് ആ സ്ട്രക്ചേഴ്സിനെയൊക്കെ ഇപ്പോഴും നിലനിർത്തുന്നത്. 2 വർഷം അല്ല 2000 വർഷം കഴിഞ്ഞിട്ടും അതൊക്കെ നിലനിർത്തുന്നത് അതുകൊണ്ടാണ്. ഇപ്പം മെയിനായിട്ട് ഉണ്ടാകുന്ന ഹൈഡ്രോളിക് റിയാക്ഷൻ ഞാൻ പറഞ്ഞുതരാം. കെമിസ്ട്രി ഒന്നും പഠിക്കേണ്ട, ഐ ഹേറ്റ് കെമിസ്ട്രി, ബട്ട് ഐ വിൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ എന്താണ് ഹൈഡ്രേഷൻ. C2S C3S എന്ന് പറഞ്ഞാൽ ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം സിലിക്കേറ്റ് മെയിൻ ആയിട്ടുള്ള സിമെന്റിലുള്ള കോമ്പൗണ്ട്സ് ആണ്. മെയിൻ കോമ്പൗണ്ട്സ് ആണ് ഇത് രണ്ടും. ഇതൊന്നും തലയിൽ കേട്ടണ്ട, പറഞ്ഞു പോകുന്നത് എങ്ങനെയാണ് ഈ പ്രോസസ് നടക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ വെള്ളം റിയാക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുന്നത് എന്താ ഹൈഡ്രേഷൻ. നമ്മൾ സിമെന്റ് വെള്ളം ഒഴിക്കുമ്പോൾ ഈ റിയാക്ഷനാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഒരു ജെല്ല് ഫോം ചെയ്യും, ഇല്ലേ? നമ്മൾ കോൺക്രീറ്റ് ടെക്നോളജിയിൽ ആദ്യം പഠിക്കുന്ന സാധനമാണ്. ആ ജെല്ലിന് എന്താ പറയുന്നത്? കാൽഷ്യം സിലിക്കേറ്റ് ഹൈഡ്രേറ്റ് ജെൽ. അതിന്റെ കൂടെ എന്താ ഉണ്ടാകും? ലൈം ഉണ്ടാവും. എന്താണത്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയും. ലൈമും ഉണ്ടാവും. അപ്പം നമ്മൾ സിമെന്റ് വെള്ളം ഒഴിക്കുമ്പോൾ CSN ജെല്ലും ഉണ്ടാകുന്നു, ലൈമും ഉണ്ടാകുന്നു. ലൈം ഇത് എന്താണ് നശിപ്പിക്കുന്ന, അതായത് അതിന്റെ സ്വഭാവത്തിനെല്ലാം കോൺക്രീറ്റിന്റെ സ്വഭാവത്തെ നശിപ്പിക്കുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് ആക്ച്വലി. അപ്പൊ കൂടുതൽ ലൈം ഉണ്ടാകുമ്പോൾ അത് കൂടുതലായിട്ട് കോൺക്രീറ്റിനെ ബാധിക്കും. അപ്പൊ ഈ ലൈമിനെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ സാധാരണ OPC ആണെങ്കിൽ ലൈമിനെ യൂസ് ചെയ്യാനായിട്ട് ഒരു മാർഗമില്ല. Then what we are doing? We are replacing the ordinary Portland cement with fly ash, any supplementary cement. Porcelain എന്ന് പറഞ്ഞാൽ ഫ്ലൈ ആഷ് സിലിക്ക ഫ്യൂമേ പൊസലാൻ ഉള്ളൂ. GGBS is not a പൊസലാനിക് മെറ്റീരിയൽ. അത് പൊസലാനിക് അല്ല. പക്ഷെ ഈ ഫ്ലൈ ആഷോ സിലിക്ക ഫ്യൂമോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന റിയാക്ഷൻ ഇതാണ്.
അടുത്തെന്താണ്? ഇതാണ് പൊസ്ലാനിക് റിയാക്ഷൻ. ഇത് നമ്മുടെ ഫ്ലൈ ആഷിലുള്ള സിലിക്കയാണ്. ഫ്ലൈ ആഷിലുള്ള സിലിക്കയാണ്, സിലിക്ക ഫ്യൂമിലുള്ള സിലിക്കയാണ്. ആ സിലിക്ക എന്ത് ചെയ്യും? ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. അതായത് ഇവിടെയുള്ള എക്സസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് ഈ ഫ്ലൈ ആഷിലുള്ള സിലിക്ക റിയാക്ട് ചെയ്തിട്ട് വീണ്ടും CSH ജെൽ ഉണ്ടാകാണ്, കാൽഷ്യം സിലിക്കേറ്റ് ഹൈഡ്രേറ്റ് ജെൽ. ഇതാണ് കോൺക്രീറ്റ് നടക്കുന്ന പ്രോസസ്സ്. ഇതിന്റെ അപ്പുറത്തേക്കുള്ള കെമിസ്ട്രി പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി പഠിച്ചോ, എനിക്കൊരു വിഷമവും ഇല്ല. പക്ഷെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. There are lot of equations, a lot of chemistry. If you want to learn cement chemistry, it is very interesting. പക്ഷേ this is a simple thing. അതുകൊണ്ടാണ് കോൺക്രീറ്റിൽ നിങ്ങൾ പൊസ്ലാൻസ് ആഡ് ചെയ്യുന്നത്, ഫ്ലൈ ആഷ്. അപ്പൊ എന്താണ് അഡ്വാൻറ്റേജ് ഇപ്പൊ മനസ്സിലായത്? സിമ്പിൾ. ഞാൻ അഡ്വാൻറ്റേജസ് പറഞ്ഞു തരാം, എങ്ങനെയാണ് ബിഹേവിയർ എന്ന് പറയാം. പക്ഷെ ഇതാണ് ബേസിക് റിയാക്ഷൻ. നിങ്ങൾ ഇതിനെ ആഡ് ചെയ്ത് അതിൽ വേസ്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ യൂട്ടിലൈസ് ചെയ്ത് വീണ്ടും നിങ്ങൾ അഡീഷണൽ ആയിട്ട് CSH ഉണ്ടാക്കണം. അപ്പൊ ഈ റിയാക്ഷൻ എല്ലാവരും ഈ ആക്ഷൻ മനസ്സിൽ വെക്കുക. കാരണം ഇനി ഞാൻ പറയാൻ പോകുന്നതിലൊക്കെ ഇതിന് റോളുണ്ട്. ഇത് കൂടുതലായിട്ട് പറയുന്നില്ല. ഇത് കണ്ടോ, സിലിക്ക ഫ്യൂമില് ഏറ്റവും കൂടുതലുള്ള എന്താണ്? സിലിക്കൺ SiO2 ആണ്. ഓക്കെ, SiO2 ഒരു 85-90% ഉണ്ട്. അതുകൊണ്ടാണ് അതിന് സിലിക്ക ഫ്യൂം എന്ന് തന്നെ പറയുന്നത്. ഓക്കെ, അലൂമിനിയം. പക്ഷേ സിമെന്റിൽ എന്താ പറയുക? പോർട്ട്ലാൻഡ് സിമെന്റിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാ? കാൽഷ്യം. ലൈംസ്റ്റോൺ ആണ്. ലൈംസ്റ്റോണിന്റെ ഈ കാൽഷ്യം ഓക്സൈഡ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. പോർട്ട്ലാൻഡ് സിമെന്റ് ഏകദേശം കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇവിടെ കിടക്കുമ്പോൾ സ്ലാഗ് എന്താണ്? വാട്ട് ഈസ് സ്ലാഗ്? സ്ലാഗ് എന്ന് പറഞ്ഞാൽ എന്താ? വേസ്റ്റ് പ്രൊഡക്റ്റ് ഫ്രം മാനുഫാക്ചറിങ് ഓഫ് അയൺ അല്ലെ, സ്റ്റീലിന്റെ അയണിന്റെ ഇൻഡസ്ട്രി എന്നുള്ള വേസ്റ്റ് ആണ് സ്ലാഗ് എന്ന് പറയുന്നത്. പക്ഷെ സ്ലാഗിന്റെ പേരെന്താ? വേറെ പേരെണ്ണം പറഞ്ഞല്ലോ, സ്ലാഗ് സിമെന്റിന്റെ വേറൊരു പേര് ഇവിടെ ആരൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു? സ്ലാഗ് സിമെന്റിന്റെ വേറൊരു പേര് മുമ്പ് ഇവിടെ വിളിച്ചു പറയാനുണ്ട്. സ്ലാഗ് സിമെന്റിന്റെ വേറൊരു പേര് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. അത് സപ്ലിമെന്ററി SEM ആണെന്നും പറഞ്ഞു. പറയാം ആർക്കെങ്കിലും? GGBS. നിങ്ങൾ GGBS എന്ന് പറയുന്ന സാധനം തന്നെയാണ് സ്ലാഗ് സിമെന്റ്. US-ലും വേറെ ചില കൺട്രികളിലും ഒക്കെ അതിനെ സ്ലാഗ് സിമെന്റ് എന്ന് വിളിക്കുന്നു. യൂറോപ്പിൽ അവർ GGBS എന്ന് വിളിക്കുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. ബോത്ത് ആർ സെയിം. അപ്പൊ സ്ലാഗ് ഏകദേശം സിമെന്റിന്റെ പ്രോപ്പർട്ടി ഉള്ള സാധനമാണ്. അപ്പൊ GGBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സിമെന്റിന്റെ പ്രോപ്പർട്ടി ഉള്ള സാധനവും ഫ്ലൈ ആഷ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പൊസ്ലാനിക് ആണ്. അതായത് സിലിക്ക കുറച്ചുകൂടെ കൂടുതലുള്ള സാധനമാണ്. അത് അത്ര നിങ്ങൾ നോക്കിയാൽ മതി. PPCയുടെ സ്റ്റാൻഡേർഡ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആർക്കെങ്കിലും അറിയാമോ? കാണാൻ പഠിക്കണമെന്നില്ല. IS 1489 Part 1 ആണ്. ഈ സ്റ്റാൻഡേർഡിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ എത്ര ഫ്ലൈ ആഷ് നിങ്ങൾക്ക് കോൺക്രീറ്റിൽ ഉണ്ടാക്കാം എന്നുള്ളതിന്റെ, അതായത് ഫ്ലൈ ആഷ് constituent shall not be less than 15% and not more than 35% by mass of Portland cement. ഓക്കെ, അതായത് OPCയുടെ മാക്സിമം 15% വരെ ഫ്ലൈ ആഷ് മിനിമം 15% റീപ്ലേസ് ചെയ്യണം. മാക്സിമം ഒരു 35% വരെ റീപ്ലേസ് ചെയ്യാം. നിങ്ങൾ വാങ്ങിക്കുന്ന PPCയിൽ എത്ര ഫ്ലൈ ആഷ് ഉണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അപ്പൊ ഇനിയും ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഇതൊക്കെ ചോദിക്കണം. സപ്ലൈ വന്നിട്ട് എന്തെങ്കിലും തന്നിട്ട് പോകരുത്. ഇതിനകത്ത് ഫ്ലൈ ആഷ് കണ്ടന്റ് എന്താണെന്ന് അവരോട് ചോദിക്കണം. കാരണം ആ ഫ്ലൈ ആഷ് കണ്ടന്റ് അനുസരിച്ച് നിങ്ങളുടെ കോൺക്രീറ്റിന്റെ സ്വഭാവം മാറും. നിങ്ങൾ ഉപയോഗിക്കുന്ന സിമെന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് ഈ സിമെന്റ് പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ? ഈ കണ്ടന്റ് മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ കോൺക്രീറ്റ് പ്രോപ്പർട്ടി മാറും. അതുകൊണ്ട് യു ഷുഡ് നോ. യൂഷ്വലി നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് നല്ല സ്ട്രെങ്ത് കിട്ടുന്ന ഫ്ലൈ ആഷ് ഉണ്ടാവും, അല്ല PPC ഉണ്ടാവും. അധികം സ്ട്രെങ്ത് കിട്ടാത്ത PPC ഉണ്ടാവും, ഇല്ലേ? ഉണ്ടോ? PPCയുടെ പ്രോബ്ലംസ് പറയാമോ ആർക്കെങ്കിലും? അതിലേക്ക് വരാം. അല്ല, നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണെന്നുള്ള ചോദിച്ചാൽ ഒരാൾക്ക് പറയാമോ? എന്താണ് പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്? PPC ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും PPC ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടോ ഇവിടെ? സ്ട്രെങ്ത് അച്ചീവ് ചെയ്യില്ല. വിത്തിൻ
Okay, 14 days strength on 14 days strength required strength as compared to OPC. Okay. Why you want 14 days strength? 14 days or 7 days, whatever. Why you want 7 days strength? Because the client insists on it. This is the problem. This is the biggest problem. Not only that, even for de-shuttering also, the client might insist that 7 days strength open. But then in that case, if it does not achieve that required strength, maybe 70% of strength is not achieved, then it becomes after this I'm setting there and de-shuttering. Okay, we will come to that point. That's advanced side So what about Portland slag cement? Have you ever used Portland slag cement? PSC. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ? PSC ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഉപയോഗിച്ചിട്ടില്ല? ഇല്ല. ഞാനൊരു 1.5 ലക്ഷം ക്യൂബിക് മീറ്റർ PSC ചെല്ലാനത്ത് ഉപയോഗിച്ചു. National Highway I used, we were doing 350,000 cubic meter of concrete. About tons of PSC is a lot of PSC is being used there. Even the metro projects, metro lines, PSC is being used. Slag cement concrete is being used. So ഇവിടെ ഇതൊക്കെ യൂസ് ചെയ്യുന്ന പ്രോജക്ട്സ് ധാരാളമുണ്ട്. ഇവിടുത്തെ പോർട്ടിലെ നമ്മളുടെ dry dock construction slag cement is being used. അപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടത് നമ്മളുടെ ഹൗസ് കൺസ്ട്രക്ഷൻ നിങ്ങളൊക്കെ ചെയ്യുന്ന ചിലപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആയിരിക്കും അല്ലേ? ഇവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അല്ലാതെ വേറെ ഇൻഫ്രാ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? എന്താ ചെയ്യുന്നത്? ബ്രിഡ്ജ്. ഏത് കമ്പനിയാണ്? CVC. ഓക്കെ. നിങ്ങൾ ബ്രിഡ്ജസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ബ്രിഡ്ജസ് യൂസ് ചെയ്യാറുണ്ടോ? ബ്രിഡ്ജസ് യൂസ് ചെയ്യുന്നില്ല. ഉണ്ട്. നിങ്ങളെ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ പുതിയ പ്രോജക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടോ ചെക്ക്. യൂസ് മേ ബി PSC ബട്ട് യു സപ്ലൈഡ് കോൺക്രീറ്റ് ടു Chellara. So you were supplying with PSC, CVC ready mix. Okay. എത്ര സ്ലാഗ് മറ്റേ നേരത്തെ നമ്മൾ എത്ര % ആണ് റീപ്ലേസ്മെന്റ് പറഞ്ഞത്? PVC-യിൽ 15 to 35% fly ash can be replaced. ഇവിടെ എത്രയാണ് പറയുന്നത്? PSC ആണെങ്കിൽ എത്ര പറയുന്നത്? 25 to 70%. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ അതായത് OPC ആണ് മെയിൻ കാരണക്കാരൻ അല്ലേ? ഏത് കാർബൺ ഡയോക്സൈഡ് എമിഷന്റെ മെയിൻ കാരണക്കാരൻ OPC ആണ്. അവിടെ ഫ്ലൈ ആഷ് വെച്ചിട്ട് എത്ര റീപ്ലേസ് ചെയ്തത്? 15 to 35%. സ്ലാഗ് ആണെങ്കിൽ എത്ര റീപ്ലേസ് ചെയ്യുന്നത്? 70%. You can replace the cement OPC up to 70%. അദ്ദേഹം പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ വരും. നമുക്കത് ഡിസ്കസ് ചെയ്യാം. സ്ട്രെങ്ത്തിന്റെ ഇഷ്യൂ അല്ലെ സ്ട്രെങ്ത് ഡെവലപ്മെന്റ് ഇഷ്യൂ അതൊക്കെ നമുക്ക് സംസാരിക്കാം. സോ ഇൻഫ്ലുവൻസ് ഓഫ് ഫ്ലൈ ആഷ് ആൻഡ് കോൺക്രീറ്റ് പ്രോപ്പർട്ടീസ് ആണ് ഞാൻ പറയുന്നത്. അതായത് PPC is a fly ash cement. ഇല്ല നിങ്ങൾക്ക് OPC ഫ്ലൈ ആഷ് നിങ്ങൾ പ്ലാന്റിൽ മിക്സ് ചെയ്തിട്ടാണ് റെഡി മിക്സറെ കൊണ്ടുതരുന്നത്. അവർ ഫ്ലൈ ആഷ് വാങ്ങിക്കും, OPC വാങ്ങിക്കും, 15 to 20% അതിൽ മിക്സ് ചെയ്യും, നിങ്ങൾക്ക് തരും. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിന് രണ്ടിനെ ഒരേ മെറ്റീരിയലായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഞങ്ങളുടെ സംസാരിക്കുമ്പോൾ രണ്ടാണ്. PPC എന്ന് പറയുന്ന സിമെന്റ് കമ്പനി അവരുടെ പ്ലാന്റിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഇല്ല ഇന്റർഗ്രൈൻഡ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടിരുന്നതും റെഡി മിക്സിൽ ഉണ്ടാക്കുന്നത് OPC ഫ്ലൈ ആഷ് കൂടെ പ്ലാന്റിൽ മിക്സ് ചെയ്യുന്നതാണ്. രണ്ട് പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി. പക്ഷെ ഓൾമോസ്റ്റ് സെയിം പ്രോപ്പർട്ടീസ് ആണ്. ഫ്ലൈ ആഷ് ഇംപ്രൂവ് വർക്കബിലിറ്റി. ഇതറിയാം ആർക്കെങ്കിലും? ഇറ്റ് ഇംപ്രൂവ്സ് വർക്കബിലിറ്റി. ഫീൽ ചെയ്തിട്ടുണ്ടോ ആർക്കെങ്കിലും? PPC ഉപയോഗിക്കുമ്പോഴും OPC ഉപയോഗിക്കുമ്പോഴും വെള്ളത്തിന്റെ ഡിമാൻഡ് ഏതിനായിരുന്നു കൂടുതൽ? ആരും ഒന്നും ശ്രദ്ധിക്കാറില്ല അല്ലേ? കാരണം വർക്കബിലിറ്റി കിട്ടുന്നവരെ വെള്ളം ഒഴിക്കുക, അതാണ് പരിപാടി. അങ്ങനെയാണോ? നമ്മൾ വർക്കബിലിറ്റി കിട്ടുന്നവരെ വെള്ളം ഒഴിക്കുകയാണോ ചെയ്യുന്നത്? സൈഡ് മിക്സ് എനിക്ക് സൈഡ് മിക്സ് വേഴ്സസ് റെഡി മിക്സിന്റെ ഒരു ടോക്ക് ചെയ്യണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് വരും. അപ്പം നിങ്ങളുടെ സൈറ്റിൽ മിക്സ് ചെയ്യുമ്പോൾ ഡു യു മെയിൻറ്റെയിൻ എ വാട്ടർ സിമെന്റ് റേഷ്യോ? യു മെയിൻറ്റെയിൻ എ വാട്ടർ സിമെന്റ് റേഷ്യോ അല്ലേ? അപ്പം നിങ്ങൾക്ക് ഈ ഫ്ലൈ ആഷ് അതായത് PPC ഉപയോഗിക്കുമ്പോഴും OPC ഉപയോഗിക്കുമ്പോഴും നിങ്ങൾക്ക് വർക്കബിലിറ്റിയിൽ ഒരു വ്യത്യാസം തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടില്ലേ? ഈ തോന്നണം. ഉണ്ട്.
the workability will be better for ഇത് മെയിനായിട്ട് ഇത് എവിടെയാണ് യൂസ് ചെയ്യപ്പെടുന്നത്? ഹോട്ട് വെതർ കണ്ടീഷൻസിൽ. നമ്മുടെ ഇപ്പോൾ ഹോട്ട് വെതർ കണ്ടീഷനായി. കേരളത്തിലെ വെതർ കണ്ടീഷൻ ഈസ് ഹോട്ട് വെതർ എക്സെപ്റ്റ് ഫോർ 3-4 months ഓഫ് മൺസൂൺ. നമുക്ക് എപ്പോഴും ഹോട്ട് വെതർ കണ്ടീഷനാണ് അല്ലേ? എബോവ് 35 to 50 ഡിഗ്രിയാണ് ഇപ്പം കേരളത്തിലെ ടെമ്പറേച്ചർ. സോ വി ആർ ഇൻ എ ഹോട്ട് വെതർ കണ്ടീഷൻ. അപ്പോൾ അവിടെ എങ്ങനെയാണ് വർക്കബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് PPC എന്ന് പറയുന്നത്. വാട്ടർ ഡിമാൻഡ് കുറയും. നിങ്ങൾ PPC ഉപയോഗിക്കുകയാണെങ്കിൽ ആക്ച്വലി OPC ഉപയോഗിക്കുന്നതിനേക്കാളും വെള്ളം കുറച്ച് ഉപയോഗിച്ചാൽ മതി. വെള്ളം കുറച്ച് ഉപയോഗിക്കുന്നത് ഒരു സസ്റ്റൈനബിൾ ആക്ഷൻ ആണോ? വെള്ളം കുറച്ച് ഉപയോഗിക്കുന്ന സസ്റ്റൈനബിൾ ആക്ഷൻ ആണോ? നമ്മള് ഇനി നെക്സ്റ്റ് വാർ ഈസ് ഗോയിങ് ടു ബി ഫോർ വാട്ടർ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ എത്ര വാട്ടർ കൺസേർവ് ചെയ്യുന്നു അല്ലേ, പ്രിസർവ് ചെയ്യുന്നു, ഉപയോഗിക്കുന്ന അതിന്റെ ഉപയോഗം കുറയ്ക്കുന്നു, അത്രയും നല്ലതാണ് ആണല്ലോ. അപ്പോഴ് PPC എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഞാൻ ആരെയും റെപ്രസെന്റ് ചെയ്ത് വരികയല്ല കേട്ടോ. ഞാനൊരു കോൺക്രീറ്റ് ടെക്നോളജിസ്റ്റ് എന്നുള്ള കയ്യിൽ ആണ് സംസാരിക്കുന്നത്. ഐ എം നോട്ട് റെപ്രസെന്റിങ് എനി സിമെന്റ് കമ്പനീസ്. സോ യു ഹാവ് ടു use PPC so that you can reduce the use of water. Okay. Next is improve resistance to segregation. നിങ്ങൾ സ്ഥിരമായിട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സെഗ്രിഗേഷൻ അല്ലേ. പക്ഷെ നിങ്ങൾ if you use fly ash mixes, you are going to have a better cohesive mix. It decreases the bleeding. ഇതെല്ലാം അതായത് ഫ്ലൈ ആഷിന്റെ പ്രോപ്പർട്ടീസ് ഇതെല്ലാമാണ്. അത് it improves workability, lower water demand, improve resistance to segregation and decreases the bleeding. And see, my end of the day, my only intention is this. ഒറ്റ സെന്റൻസിൽ പറയാം, you should start using supplementary cementitious material or you should start using blended cement. ഇത് മാത്രമാണ് എൻ്റെ എൻഡ് ഓഫ് ദ ഡേയിലുള്ള ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് പറഞ്ഞത്. പമ്പബിലിറ്റി. നിങ്ങൾ ആരും കോൺക്രീറ്റ് ഒരു 300 മീറ്ററിലേക്കോ ഇല്ല ഒരു 100 നിലയുടെ മേളിലേക്കൊന്നും പമ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? കോൺക്രീറ്റ് മേളിലേക്ക് പമ്പ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള എത്ര പേരുണ്ട്? കോൺക്രീറ്റ് മേളിലേക്ക് പമ്പ് ചെയ്ത എക്സ്പീരിയൻസ് എത്ര നില? 21 floor. എവിടെ? കേരളത്തിലാണോ? ശോഭ സിറ്റി. യു ആർ ഫ്രം ശോഭ? ഓക്കെ. നിങ്ങൾ ആ ഫ്ലൈ ആഷ് മിക്സ് അല്ലേ യൂസ് ചെയ്തേ? നിങ്ങൾ ഫ്ലൈ ആഷ് മിക്സ് യൂസ് ചെയ്തോ? OPC ആണ്. പ്രശ്നമൊന്നുമില്ല. പമ്പിങ്ങിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഓക്കെ. ബേസിക്കലി എന്താണ് പറയുന്നത് വെച്ചാൽ ഫ്ലൈ ആഷ് റൗണ്ടഡ് പാർട്ടിക്കിൾസ് ആണ്. അതെ, നിങ്ങൾക്കറിയാലോ കുറെ ഈ റൗണ്ടഡ് പാർട്ടിക്കിൾസിന്റെ അഡ്വാൻറ്റേജ് എന്താ? ഇറ്റ് വിൽ മൂവ് ഫാസ്റ്റ് അല്ലേ. അപ്പം ഫ്ലൈ ആഷ് ഇസ് റൗണ്ടഡ് പാർട്ടിക്കിൾസ്, ഫൈൻ റൗണ്ടഡ് പാർട്ടിക്കിൾസ് വിച്ച് വിൽ ഹെൽപ്പ് കോൺക്രീറ്റ് പമ്പബിലിറ്റി. ഞാൻ ഒരു 100 story ബിൽഡിംഗ് ഒക്കെ കോൺക്രീറ്റ് പമ്പ് ചെയ്തിട്ടുണ്ട്. എവറി ടൈം വി അറ്റ്ലീസ്റ്റ് സ്ട്രെങ്തിന് വേണ്ടിയല്ല ആഡ് ചെയ്യുന്നത്. ആഫ്റ്റർ ഡിസൈനിങ് ദ കോൺക്രീറ്റ് വി വിൽ പുട്ട് അഡീഷണൽ 50-60 kgs of fly ash in each cubic meter just to enhance the pumping process. ഇപ്പം ബുർജ് ഖലീഫ 630 meter 40 meter വരെ കോൺക്രീറ്റ് പമ്പ് ചെയ്തിട്ടുണ്ട്. They have to use fly ash for pumping. അപ്പം നിങ്ങൾ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്സ് if you are doing it for concrete pumpability, fly ash will help. Extend the time of setting. മുമ്പ് ആരാ പറഞ്ഞത് കോൺക്രീറ്റ് സെറ്റ് ആകത്തില്ലെന്ന് പറഞ്ഞു? സാറാണോ പറഞ്ഞത്? അനിൽ സാറല്ലേ പറഞ്ഞത്? ഡിലേഡ് സെറ്റിംഗ് അല്ലേ? ഡിലേഡ് സെറ്റിംഗ്. But normally fly ash will delay the setting because the hydration process is very slow. കാരണം സിമെന്റിന്റെ ഹൈഡ്രേഷൻ നടന്നിട്ട് ഉണ്ടാകുന്ന പ്രൊഡക്റ്റുമായിട്ട് വേണം ഈ ഫ്ലൈ ആഷിന് റിയാക്ട് ചെയ്യാൻ. സോ ഇറ്റ് വിൽ വെയിറ്റ് ഫോർ ദി കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ടു ബി പ്രൊഡ്യൂസ് എങ്കിൽ മാത്രമേ ഫ്ലൈ ആഷിന്റെ ആക്ഷൻ തുടങ്ങത്തുള്ളൂ. അതുകൊണ്ടാണ് അതിന്റെ സ്ട്രെങ്ത് ഡെവലപ്മെന്റ് സ്ലോ ആവുന്നത്. മനസ്സിലായില്ലേ? സ്ട്രെങ്ത് ഹൈഡ്രേഷന്റെ സെക്കൻഡ് പാർട്ടിലാണ് ഫ്ലൈ ആഷ് അതിന്റെ റോള് പ്ലേ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ ആസ് ഹി സെഡ് യു ആർ നോട്ട് ഗെറ്റിംഗ് ദി
Early strength. So 7-day strength is definitely a problem if you use the same amount of OPC and PPC. Definitely, I will show you a graph. OPC will give you better strength on the 7th day than PPC if you are using the same amount of cement. So then what you are supposed to do? You are supposed to increase a bit of PPC when you design the concrete, or you reduce the water cement ratio, because the water demand of fly ash is less compared to OPC. So you can naturally reduce a bit water cement ratio. Alright. Above, നിങ്ങൾക്ക് ആ strength achievement കുറെയൊക്കെ manage ചെയ്യാൻ പറ്റും. That depends upon a good concrete technologist who design the concrete for you. ചുമ്മാ സൈറ്റിൽ നിന്നിട്ട് നമുക്ക് ഒരു പരീക്ഷണം നടത്താൻ പറ്റില്ല. You have to do lot of trials and see the results. So അത് ആക്ച്വലി ചെയ്യാൻ പറ്റുന്ന ഒരു റെഡി മിക്സ് കമ്പനി ആണെങ്കിൽ they are doing it every day. So they know how to optimize the mixes. You cannot do it at a site. പിന്നെ സൈറ്റിൽ സൈറ്റ് മിക്സ് ചെയ്യുന്നവർക്ക് വാട്ടർ സിമെന്റ് റേഷ്യോയിൽ എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ I don't believe 100%. I don't think 100% control is on water cement ratio. നിങ്ങൾ ഇതിനകത്തെ പ്രശ്നം നിങ്ങൾ PPC ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നതൊക്കെ ഇനി നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. You will get better finishability. You use PPC or even PSC, you are going to get better finishability. നിങ്ങൾ ചെയ്യുന്ന OPC വെച്ച് ചെയ്യുന്ന കോൺക്രീറ്റിനേക്കാളും ബെറ്റർ ഫിനിഷബിലിറ്റി ആയിരിക്കും നിങ്ങൾ PPC വെച്ച് ചെയ്താൽ കിട്ടുന്നത്. ഹീറ്റ് എവല്യൂഷനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടോ? പറഞ്ഞിരിക്കുന്ന ആൾക്കാരായിട്ട് പറയാം. കോൺക്രീറ്റിൽ ഹീറ്റ് എവല്യൂഷൻ എന്തെങ്കിലും റോൾ ഉണ്ടോ? ലാസ്റ്റ് പറയാമോ? കോൺക്രീറ്റിലെ ഹീറ്റ് എവല്യൂഷന് എന്തെങ്കിലും റോൾ ഉണ്ടോ? എന്താണ്? വാട്ട് ഈസ് ദ ഇമ്പാക്ട്? ഓക്കെ, കോൺക്രീറ്റ് പെട്ടെന്ന് സെറ്റ് ആവും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ കോൺക്രീറ്റ് സൈറ്റ് മിക്സ് ചെയ്ത് എങ്ങനെയാണ് മേളിൽ എത്തിക്കുന്നത് എനിക്ക് അറിയത്തില്ല. പഴയ പരിപാടി തന്നെയാണോ? ചട്ടിയിലെടുത്ത് എറിഞ്ഞെറിഞ്ഞുള്ള പരിപാടിയാണോ? കോൺക്രീറ്റ് മേളിൽ എങ്ങനെ എത്തിക്കുന്നത്? സ്ലാബിന്റെ താഴെ മിക്സർ മിക്സ് ചെയ്യും, ചട്ടിയിൽ മറ്റേ ഇതിനകത്ത് എടുത്തു വന്നിട്ട് ആൾക്കാർ നിലനിന്ന് എറിയുന്ന പണിയാണോ? ബക്കറ്റിലിടും, ക്രെയിൻ ബക്കറ്റ്. ഇതെന്നിട്ട് ഇതെല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്യാൻ ടൈം വേണ്ടേ? അതിനോടൊപ്പം നിങ്ങൾ അഡ്മിക്സ്, ഇതിനകത്ത് കൂടുതൽ ആൾക്കാർ അഡ്മിക്സർ ഉപയോഗിക്കുന്നില്ലെന്ന് പറഞ്ഞു. How you are going to control the setting time? ഇവിടുന്ന് മിക്സ് ചെയ്ത് മേളിലെത്തുമ്പോഴത്തേക്കും കോൺക്രീറ്റ് വിതിൻ 15-20 മിനിറ്റ്സ് കോൺക്രീറ്റിന്റെ വർക്കബിലിറ്റി കുറഞ്ഞോളാം ഇല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാൻ താഴേക്ക് ഇങ്ങനെ കാണിക്കും അല്ലേ? നിങ്ങളിവിടെ മേളിൽ നിന്നിട്ട് ഇങ്ങനെ കാണിക്കും, അവർ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ലൂസാക്കും. സോ വേർ ഈസ് ദ വാട്ടർ സിമെന്റ് റേഷ്യോ കൺട്രോൾ? ദർ ഈസ് നോ കൺട്രോൾ. സൈഡ് മിക്സിൽ ദർ ഈസ് നോ കൺട്രോൾ. ഐ എം അഗെയിൻസ്റ്റ് ഞാൻ റെഡി മിക്സ് ആയതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് തോന്നും, പക്ഷെ സൈഡ് മിക്സിൽ ദർ ഈസ് നോ കൺട്രോൾ. പിന്നെ നിങ്ങൾ ഇത് പാസ് ചെയ്ത് അവിടെ കൊണ്ടുപോയി ഇത് സെറ്റ്, ഇത് ഈ പറഞ്ഞ സംഭവമാണ് നടക്കുന്നതെങ്കിൽ if the heat evolution is more, OPC the heat evolution is more. But when you replace OPC with fly ash or slag, that hydration process is slow down ചെയ്യാണ്, right? Setting times കുറച്ച് delay ചെയ്യാണ്. You will get enough time to finish the concrete. So there are advantages and disadvantages. അതേ പറഞ്ഞ ഏഴാം ദിവസം destructuring വരുമ്പോൾ you may have a little bit of problem, but I don't think that's a big problem. We have done, I have done a lot of concrete with Portland slag cement. That also Tetra boards. Tellaanathirikkunna mulan Tetra boards, so we have done that. Our Tetra boards, okay, I'm supposed to demold in 12 hours, and the whole concrete is done with PSC. Portland slag cement, in which almost 50-55% replacement of OPC is done, was there. So you can do mixes if you do design it properly and if you use right admixtures. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ most of you are doing side mixes without admixtures. Those people who are using admixtures will have lot of advantage.
Okay? Anyway, strength development. Low early age strength will be, see, I will show you a slide and I will tell you to take a photo or whatever, because that lists all the properties. ഇതിപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞതാണ്. ഒരു സ്ലൈഡ് ഞാൻ പറയാം, അത് വേണം ഫോട്ടോ എടുത്തു. അതിനകത്ത് ഒരു 10-12 പോയിന്റ് എഴുതിയിട്ടുണ്ട്. അതെല്ലാം കൂടെ കാണിച്ച് ആൾക്കാർ കൺഫ്യൂഷൻ ആകില്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നായിട്ട് പറയുന്നത്. I will tell you to take that photo, that will give the summary of what I am saying. So strength development, there is a problem. Definitely there is a problem with the strength development. What is durability? What is durability of concrete? ആരുടെയും ഒരു കൺസെപ്റ്റ് പറയാം. ആരുടെ ഫോണാണോ ആരുടെ ഫോട്ടോ അടിച്ച് ആ ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഡ്യൂറബിലിറ്റി? എന്താണ് ആക്ടിവിറ്റി? What is the durability of an electrical product? What is durability? Is this wood is durable? Is this durable? How you can say? I don't think it is durable. ഇത് ഏതാണ്ട് തെങ്ങോ തടിയാണ്. തേക്ക് തടിയാണ് ചിലപ്പോൾ ഡ്യൂറബിൾ ആയത്. So what is durability? What is your concept? Your car is durable? Your battery is durable? Mobile battery? Yes, to a point. So durability is a common term. Yeah. Concrete level, most of the time the durability term is simple ആയിട്ട് നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ റെസിസ്റ്റൻസ് ടു വെതറിംഗ് എന്ന് കിട്ടും. അതായത് പുറത്തുള്ള ക്ലൈമറ്റ് ചേഞ്ച് അതിനെയൊക്കെയുള്ള റെസിസ്റ്റ് ചെയ്യുന്ന സാധനം. ഡയറക്ട്ലി കണക്റ്റഡ് ടു ഒരു RCC സ്ട്രക്ചറിൽ എന്താണ് ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ? കൊറോഷൻ. മോസ്റ്റ് ഓഫ് ദി ടൈം ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദി കൊറോഷൻ. അതിന്റെ ലൈഫ് പോകുന്ന പരിപാടി എന്താണ്? കൊറോഷൻ ആണ് അല്ലേ? അപ്പൊ കോൺക്രീറ്റിനകത്തുള്ള അത് പ്രൊട്ടക്ട് ചെയ്ത് എന്തിനാണ്? സ്റ്റീൽ. ഇരുന്നോ എല്ലാത്തിനും ഡ്യൂറബിലിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് തന്നെ സ്വന്തമായിട്ടൊരു ഡ്യൂറബിലിറ്റി വേണം. അപ്പം പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്തിനാണ്? സ്റ്റീലിന്. സോ ഈ സ്റ്റീൽ ഗെറ്റ് റസ്റ്റഡ്, വാട്ട് ഹാപ്പൻസ്? If concrete is not durable, it cannot protect the steel, അല്ലേ? So concrete needs, എല്ലാവരും പറയും കോൺക്രീറ്റ് സ്ട്രെങ്ത് മതി. എല്ലാവരുടെയും കൺസെപ്റ്റ് അതാണ്. കോൺക്രീറ്റ് സ്ട്രെങ്ത് മതി, തീർന്നു. പോരാ. കോൺക്രീറ്റ് ഷുഡ് ബി ഡ്യൂറബിൾ. ഇറ്റ് ഷുഡ് പ്രൊട്ടക്ട് ദി സ്റ്റീൽ ഇൻസൈഡ്, അല്ലേ? അതിന് പ്രോപ്പർ കവർ കൊടുക്കണം. അങ്ങനത്തെ കാര്യം ഞാൻ കഴിഞ്ഞ 2-3 പ്രാവശ്യം കുറെ സംസാരിച്ചു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ കോൺക്രീറ്റ് ഡ്യൂറബിൾ ആവണം. ഡ്യൂറബിൾ ആണ് എന്താണ്? കോൺക്രീറ്റ് എങ്ങനെ? കൊറോഷൻ എങ്ങനെ വരുന്നത്? സിമ്പിൾ ആയിട്ട് ആദ്യം പറയാം. കൊറോഷൻ എങ്ങനെ ഉണ്ടാവുന്നത്? കൊറോഷൻ ഉണ്ടായേക്കണ. ഓക്കെ, സർവീസ് ലൈഫ് എപ്പോഴും ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു ബ്രിഡ്ജിന്റെ സർവീസ് ലൈഫ് പറയാം. ബ്രിഡ്ജ് ചെയ്യുന്ന ആരാണ്? CVC. വാട്ട് ഈസ് ദി സർവീസ് ലൈഫ്? പെട്ടെന്ന് പറഞ്ഞു. 50 years. പാലാരി വട്ടമാണ് നമുക്ക് 10 years 10 years എന്ന് വെച്ചാൽ മതി. 50 years. ഓക്കെ. അപ്പോൾ പറയൂ, നിങ്ങൾ ഇരുന്നോ? 456 IS 456 കണ്ടിട്ടുണ്ടോ? ഇവിടെ സിവിൽ എഞ്ചിനീയേഴ്സ് ആണോ? എക്സെപ്റ്റ് ഒരു ഇലക്ട്രിക്കൽ, ബാക്കി എല്ലാം സിവിൽ ആണോ? എത്രയാണ് സർവീസ് ലൈഫ് ബ്രിഡ്ജിന്റെ? പെട്ടെന്ന് പറ. എത്ര? മാഡം അവിടെ പറഞ്ഞിരിക്കുന്ന ആളാ, കന്നഡ പറയാമോ? 100 years. That's okay. 100 years ആണ് സർവീസ് ലൈഫ്. ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയ ഒരു 100 വർഷം നമുക്ക് സർവീസ് തരണം. നമ്മളത് ചെയ്യാറില്ല. ബിക്കോസ് വി ആർ നോട്ട് റെസ്പോൺസിബിൾ. നോബഡി ഈസ് ടേക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി. ചുമ്മാ പണിയുക, പോരുക. ക്വാളിറ്റി കൺട്രോളൊക്കെ വളരെ മോശമാണ്. അപ്പോൾ 100 വർഷമാണ് സർവീസ് ലൈഫ്. അപ്പൊ ഈ 100 വർഷം ഈ സ്റ്റീല് തുരുമ്പെടുക്കാതിരിക്കണം. കുറേയൊക്കെ തുരുമ്പെടുക്കും, എന്നാലും കൊറോഷൻ ഇല്ലാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. അതിന്റെ ആ ജോലി ആർക്കാണ്? കോൺക്രീറ്റിനാണ്. ആ കോൺക്രീറ്റ് ഉണ്ടാക്കുന്ന മെറ്റീരിയലിന്റെ ഒരു മേജർ മെറ്റീരിയലിന്റെ കാര്യമാണ് ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സിമെന്റ്. OPC ആണെങ്കിൽ അതിൽ ഉണ്ടാകുന്ന പോറ് ഞാൻ സിമ്പിൾ ആയിട്ട് പറയണേ. ഞാൻ കോംപ്ലിക്കേറ്റഡ് സിവിൽ എഞ്ചിനീയറിംഗ് ടേംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, എഞ്ചിനീയറിംഗ് ടേംസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ ഒരു സ്റ്റീലിനെ വെച്ചു അതിന്റെ മേലെ കോൺക്രീറ്റ് ഇട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നു. അതിനകത്തൂടെ മോയ്സ്ചർ, ഓക്സിജൻ, ക്ലോറൈഡ് ഇതൊക്കെ ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴാണല്ലോ, ഈ സ്റ്റീലിന്റെ അടുത്തെത്തുമ്പോഴാണല്ലോ കോൺക്രീറ്റ് കൊറോഡ് ചെയ്ത് തുടങ്ങുന്നത്, അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യം. കോൺക്രീറ്റ് കൊറോഡ് ചെയ്യുന്ന ഈ സാധനങ്ങളെല്ലാം എത്തണം. ഇതെങ്ങനെ എത്തുന്നത്?
വെള്ളം ലീക്ക് ചെയ്ത് അകത്തോട്ട് ചെല്ലുമ്പോഴല്ലേ ആണല്ലോ. അപ്പം ഈ പ്രൊട്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽ നല്ലതായിരിക്കണോ അല്ലയോ? പ്രൊട്ടക്ട് ചെയ്യുന്ന മെറ്റീരിയലിൽ വോയിഡ്സ് ഉണ്ടാവണോ, പോർ സ്പേസസ് ഉണ്ടാവാൻ പാടില്ല. ദോസ് പോർസ് ഷുഡ് ബി ഫിൽഡ് അല്ലേ? അതായത് കോൺക്രീറ്റ് മാസ് ഷുഡ് ബി ഇൻടാക്ട്. ഇറ്റ് ഷുഡ് ബി ഇംപെർമിയബിൾ. കറക്റ്റ് ആവുമെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ഷുഡ് ബി ഇംപെർമിയബിൾ. ഇംപെർമിയബിൾ ആയിട്ട് കോൺക്രീറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി പെർമിയബിൾ. But why can we kept 100 years of service life? We assume that we are giving a cover which will protect the steel for next 100 years. But unfortunately, how many of you are taking care of the cover? First of all, cover and the material filling that cover. Where are material concrete? Nobody cares. Nobody cares. പിന്നെങ്ങനെയാണ് നമുക്ക് 100 years of service life കിട്ടാൻ പോകുന്നത്? They are not going to get it. നമുക്ക് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ? നമ്മുടെ ഓൺ വീട് പോയി ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളതെല്ലാം ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് പ്ലാസ്റ്റർ ഇറങ്ങി വീഴുമ്പോൾ നമ്മൾ അതെല്ലാം തേച്ച് റെഡിയാക്കി പെയിന്റ് അടിച്ച് വെക്കും. നമുക്ക് അറിയത്തില്ല അകത്ത് ക്യാൻസർ ആണ്. ദ ക്യാൻസർ, ഇറ്റ് ഈസ് ലൈക്ക് എ ക്യാൻസർ, ഇറ്റ്സ് ഗ്രോയിങ്. ഒരിടത്ത് തുരുപ്പെടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ സ്പ്രെഡ് ചെയ്യും. വാട്ട് വി വിൽ ഡു? യു കോൾ എ റിപ്പയർ മാൻ. ഹി ഈസ് നോട്ട് എ expert on corrosion, he is not an expert on concrete. He comes in, he chips off the അതിന് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ചിപ്പ് ചെയ്ത് കളഞ്ഞ് ഫോഴ്സ് റോക്കിൻ്റെയോ BSF-ൻ്റെയോ റിപ്പയർ മെറ്റീരിയൽ കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് അടിച്ചു, ക്ലോസ് ചെയ്തു, പെയിന്റ് അടിച്ചു, നല്ല വൃത്തിയാക്കി പ്രോബ്ലം തീർന്നു പറഞ്ഞിട്ട് പോകും. നോ, ഇറ്റ്സ് ഗോയിങ് ടു ഗ്രോ. ആ പ്രോബ്ലം ഇങ്ങനെ ക്യാൻസർ പോലെ പടരും. നമ്മൾ അറിയാതെ തന്നെ പടരും. അടുത്ത പ്രാവശ്യം കുറേ അധികം സ്ഥലങ്ങളിൽ ഇതെല്ലാം കൂടെ ഇളകി വീഴും. മേ ബി ഒരു 2-3 years കണ്ടിന്യൂ ആയിരിക്കും അങ്ങനെ. സോ ദാറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. സോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ആസ് കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ പ്രൊഫഷണൽസ്, വാട്ട് വി ക്യാൻ ഡു? വി ക്യാൻ യൂസ് ദി റൈറ്റ് മെറ്റീരിയൽസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് എനി സ്ട്രക്ചർ. ഓക്കെ, സോ പെർമിയബിലിറ്റി ആൻഡ് കൊറോഷൻ പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് ഫ്ലൈ ആഷ് എങ്ങനെയാണ് സഹായിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് മുമ്പേ നമ്മൾ റിയാക്ഷൻ ഉണ്ടല്ലോ, പൊസോളാനിക് ആക്ഷൻ എന്ന് എന്താണ്? The free calcium hydroxide is being reacted with the silicon dioxide SiO2 of ഇത് റിയാക്ട് ചെയ്ത് എന്തുണ്ടാവും? It produces again CSH gels. അപ്പോൾ ആ CSH gel എന്ത് ചെയ്യും? അതിനിടയിലുള്ള ചെറിയ വോയിഡ്സ് എല്ലാം ഇത് കയറി ഫിൽ ആവും. അങ്ങനെയാണ് ഫ്ലൈ ആഷും GGBS-ഉം കോൺക്രീറ്റിന്റെ പെർമിയബിലിറ്റി കുറയ്ക്കുന്നതും ഡ്യൂറബിലിറ്റി കൂട്ടുന്നതും. സോ യു ഹാവ് ടു യൂസ് ബ്ലെൻഡഡ് സിമെന്റ്സ്, യു ഹാവ് ടു യൂസ് fly ash mixed cements, you have concrete, you have to use slag cement or GGBS. Same, GGBS mixed cement. This is the advantage. Okay. The only concern is about strength. I will show it to you. What is happening? Either is not your concern. Freezing and thawing എന്ന് പറയുന്നത് ഈ തണുപ്പുള്ള രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. It's not our problem. Higher drying shrinkage. Drying shrinkageനെ പറ്റിയൊന്നും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിക്കണം. Drying shrinkage എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷ്രിങ്ക് ചെയ്യും. എന്തുകൊണ്ടാണ് ഷ്രിങ്ക് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഈ PVC, PSC ഫ്ലൈ ആഷ് ഇതുള്ള സിമെന്റിന് ഷ്രിങ്കേജ് റേറ്റ് കൂടുതലായിരിക്കും? ദാറ്റ് ഈസ് വൺ ഡിസഡ്വാൻറ്റേജ്. ഞാൻ റെഡിലിട്ടേക്കുന്ന ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജ് വൈ ഡ്രൈയിങ് ഷ്രിങ്കേജ്. അപ്പം ചെറിയ ക്രാക്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഡ്രൈയിങ് ഷ്രിങ്കേജ് ഹയർ ആണെന്ന് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ സിമെന്റ് പേസ്റ്റ് ഈസ് മോർ. ഫ്ലൈ ആഷും സ്ലാഗും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ സിമെന്റ് പേസ്റ്റിന്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല ഫിനിഷിംഗും ഒക്കെ കിട്ടുന്നത്. മനസ്സിലായല്ലേ? സ്ട്രെങ്ത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? ഇതാണ് അദ്ദേഹം നേരത്തെ റേസ് ചെയ്ത കൺസേൺ. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 28 days സ്ട്രെങ്ത്. ഇതെന്ന് പറഞ്ഞാൽ 30% ഫ്ലൈ ആഷ് ഈക്വൽ വാട്ടർ സിമെന്റേഷൻ ആൻഡ് സിമെന്റ് കണ്ടന്റ്. അതായത് OPCയുടെ ഒരു മിക്സ് ഉണ്ടാക്കി 30% ഫ്ലൈ ആഷ് വെച്ചിട്ട് ഒരു മിക്സ് ഉണ്ടാക്കി. രണ്ടിലും ടോട്ടൽ സിമെന്റേഷൻ 400 kg എന്ന് വെച്ചു. അതായത് 400 kg OPCയുടെ ഒരു മിക്സും 400 kg-യിൽ 30% ഫ്ലൈ ആഷ് റീപ്ലേസ് ചെയ്തുണ്ടാക്കിയ മിക്സിന്റെ സ്ട്രെങ്ത് ഡെവലപ്മെന്റ് ആണ് ഈ കാണിക്കുന്നത്. അതേസമയം OPC മാത്രം വെച്ച് ചെയ്തൊരു മിക്സിന്റെ സ്ട്രെങ്ത് ഡെവലപ്മെന്റ് ആണ് ഇത്. ഏതിനാണ് 28 days സ്ട്രെങ്ത് കൂടുതൽ? OPCയുടെ മിക്സിനാണ് അല്ലേ? ഫ്ലൈ ആഷ് അതേ സെയിം, അതായത് 400 കിലോ തന്നെ ഇട്ട് ഉപയോഗിച്ച ഒരു റീപ്ലേസ് ചെയ്ത് ഉപയോഗിച്ച സാധനത്തിന് അത്രയും സ്ട്രെങ്ത് 28 days അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് ഇറ്റ് വിൽ എക്സീഡ് ദി സ്ട്രെങ്ത് അറ്റ് സേ 90 days മേ ബി ഓർ 56 days.
ഒരു 56 days ഒക്കെ ആകുമ്പോൾ നോർമലി ഇറ്റ് വിൽ എക്സീഡ് ദി സ്ട്രെങ്ത്. പക്ഷേ നമ്മുടെ ഇവിടെ ഉള്ള ഒറ്റ കൺസൾട്ടന്റും 56 ഡേയ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുമോ? ആരും വെയിറ്റ് ചെയ്തില്ല. സോ ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച്. അദ്ദേഹം പറഞ്ഞ പോലെ ഹിസ് ചലഞ്ച് ഈസ് ദ 7th day they will ask you for a certain particular strength and they will tell you no, PPC is not achieving this, so you wait for 28 days. എന്ന് പറയും അല്ലേ? സോറി. പക്ഷേ നിങ്ങൾ വിചാരിക്കുക, ഇപ്പം ഗ്രേഡ് ആയിട്ട് നോക്കുക, ഇത് ഇവിടെ 400 കിലോ ഇട്ടപ്പോൾ M40 കിട്ടിയെന്ന് വെച്ചോ ഈ OPCയുടെ കേസിൽ. നമുക്കപ്പോൾ M40 കിട്ടാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? PPC ആണെങ്കിൽ you may have to use 410 or 420 kg. Instead of 400, you may have to use bit more cementitious content. അതായത് 400 വരെ 420 ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുക? See the graph. On 28 days, you get the same strength. But still 7 days you may not get same strength. You may get 28 days same strength, but then the strength will be going up drastically. So എവിടെയാണ് ഈ സസ്റ്റൈനബിലിറ്റിയുടെ ഇഷ്യൂ വരുന്നത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു മാസ് ഫൗണ്ടേഷൻ ചെയ്ത് ഇവിടെ സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ടൈം പോകുന്നില്ലല്ലോ, പോകാനുള്ള ഫസ്റ്റ് ആയിട്ട്. സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ല. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ആരെങ്കിലും സ്ട്രക്ചറൽ ഡിസൈനിൽ താല്പര്യമുള്ള സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ടോ ഇവിടെ? ഇല്ല. ഓക്കെ, നോ, എനിക്ക് താല്പര്യമില്ല. ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളൊരു ടവർ പണിയാണ്, ഒരു 21 സ്റ്റോറി ബിൽഡിംഗ് പണിതുവിടെ. ശോഭയുടെ ആളാ. നിങ്ങൾ ഒരു റാഫ്റ്റ് ഫൗണ്ടേഷൻ ആണ് ചെയ്തത് ആണല്ലോ. റാഫ്റ്റ് ഫൗണ്ടേഷൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അതായത് മാസ് ഫൗണ്ടേഷൻ ചിലപ്പോൾ ഒരു 1000 cubic meter ആണ്, ചിലപ്പം I have done 15,000 cubic meter concrete single pour. ഒറ്റയടി ഒറ്റ രാവിലെ പറഞ്ഞാൽ 3 ദിവസം കൊണ്ട് തരിക. 15,000 cubic meter for twin towers. അങ്ങനെ കുറെ I have done lot of mass flows. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്തിനാണ് റാഫ്റ്റ് ഫൗണ്ടേഷന്റെ ഫംഗ്ഷൻ? എന്താണ്? സിവിൽ എഞ്ചിനീയറിംഗ് പിള്ളേരൊക്കെ പറയേണ്ട കാര്യം കേട്ടോ. റാഫ്റ്റ് ഫൗണ്ടേഷൻ നിങ്ങൾ ചെയ്തു, അതിന്റെ മേളിലേക്ക് 20 സ്റ്റോറി ബിൽഡിംഗ് വരികയാണ്. ഈ വെയിറ്റ് എല്ലാം എന്നാണ് ഇതിന്റെ മേളിൽ കയറുന്നത്? നിങ്ങളുടെ കൺസ്ട്രക്ഷൻ ചെയ്ത് എന്ന വെയിറ്റ് എല്ലാം ഇത് കയറണ്ടേ? അതെന്ന് കയറും? 28ാം ദിവസം കയറുമോ? കയറത്തില്ല. 56ാം ദിവസം കയറുമോ? കയറത്തില്ല. പിന്നെ why you are insisting for 28 days strength for a raft foundation? You don't need. വേണോ? ആവശ്യമില്ല. കോളംസ്, വെർട്ടിക്കൽസ് കോളംസിന്റെ വെളിയിൽ നിന്നുള്ള ലോഡെല്ലാം എടുത്തെടുത്തല്ലേ വരാൻ വേണ്ടിയിട്ടല്ലേ. താഴെ വലിയ രീതിയിലുള്ള കോളം വരും, മേലോട്ട് പോകുന്നവരും കോളത്തിന്റെ വെയ്ത്ത് കുറഞ്ഞു വരും, ഇതിലെ സ്ട്രെങ്ത് ഈവൻ ഗ്രേഡ്സ് കുറഞ്ഞു വരും. ഇപ്പോൾ ഒരു മൾട്ടി സ്റ്റോറി 100 സ്റ്റോറി ബിൽഡിംഗ് ആണെങ്കിൽ മേ ബി ഫസ്റ്റ് 20 stories will be columns will be M100, then M80, then they will reduce it to M60. കാരണം the load on that column is reducing അല്ലേ. അപ്പോൾ അതനുസരിച്ച് ഓപ്റ്റിമൈസ് ചെയ്ത് സ്ട്രെങ്ത് വളരെ സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്യുന്നത്. ഡിസൈൻ ഈസ് ഡൺ ടു ഓപ്റ്റിമൈസ് തിങ്സ് അല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കോളത്തെ താഴെ M100 പണിയുമ്പോൾ ആ കോളത്തെ 28ാം ദിവസം അത്ര വെയിറ്റ് കയറുന്നില്ല. ഉണ്ടോ? പക്ഷെ ഇവിടെ ആരും തയ്യാറല്ല. 28 days അതിൽ ആ വെയിറ്റ് കയറത്തില്ല. കാരണം നിങ്ങൾ അതിന്റെ പേര് എത്ര നേരം പിന്നെ പണിയണമെങ്കിൽ ചിലപ്പോൾ 2-3 മാസം എടുക്കും അല്ലേ. അത് കൂടുതലായിട്ട് എടുത്തതായിരിക്കും. സോ വൈ യു ഹാവ് ടു ഇൻസിസ്റ്റ് ഫോർ 28 days strength? യു ഡോണ്ട് ഹാവ് ടു അല്ലേ. സോ ആരാണ് ഇത് ചെയ്യേണ്ടത്? ഡിസൈൻ എഞ്ചിനീയേഴ്സ്, കൺസൾട്ടൻസ്. They have to think about sustainable design, sustainable actions അല്ലേ. ഇതൊരാരും ചെയ്യാൻ തയ്യാറല്ല, ആരും റിസ്ക് എടുക്കാൻ തയ്യാറല്ല. പക്ഷെ ഇതൊന്നും റിസ്ക് അല്ല, ഇത് നമ്മൾ അടുത്ത ജനറേഷൻ. അതാണ് ഞാൻ ഈ UN-ന്റെ ആ മെസ്സേജ് കാണിച്ചത്. ജനറേഷൻ റിസ്റ്റോറേഷൻ ആണ്. നമ്മളാണ് ഈ ഇത് റിസ്റ്റോർ ചെയ്യേണ്ട ജനറേഷൻ, ബട്ട് വി ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. സോ ആക്ച്വലി യു ക്യാൻ ഹാവ് ദ സെയിം മിക്സ് ഡിസൈൻ if you say raft foundation requires the strength at 56 days only. So what you will be doing here? 30% സിമെന്റ് കുറച്ച്. സോ ഒരു ടണ്ണാണ് ഒരു ജനറൽ ഇത് പറയാം, ഒരു ടൺ സിമെന്റ് 1 ടൺ കാർബൺ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യും. അതിന്റെ പ്രോസസ്സിൽ ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഇപ്പൊ 0.8 ഒക്കെ ആയിട്ടുണ്ട്. പ്രോസസ്സിനുള്ള പല അഡ്വാൻസ്മെന്റ് കാരണം അത് കുറച്ച് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. 1 ടൺ എടുത്തെന്ന് വെച്ചോ,
അവിടെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? നമ്മൾ 0.7 ആക്കി മാറ്റി. ദാറ്റ് ഇസ് വാട്ട് വി ആർ ഡൂയിങ് ബൈ യൂസിങ് PPC ആൻഡ് PSC ആണെങ്കിൽ 50% to 70% യു ക്യാൻ റീപ്ലേസ്. അതായത് ഞാൻ ചെയ്ത എല്ലാ റാഫ്റ്റ് ഫൗണ്ടേഷൻസ് ഫ്രം 2000 to 2020, whichever raft foundation I have done, all of them were with slag cement, and up to 70% replaced. So whatever construction I have done there in Middle East, they are all green construction. Simple process ആണ്. നിങ്ങൾ 70% റീപ്ലേസ് ചെയ്യുന്നു, but the strength requirement is at 56 days only for raft കേട്ടോ. അതിന്റെ മേലേക്ക് അവിടെ സമ്മതിക്കാറില്ല. അവരെ റിസ്ക് പലയിടത്തും എടുക്കാൻ എല്ലാവർക്കും മടിയാണ്. പക്ഷെ റാഫ്റ്റില് they used to agree. അപ്പൊ നമ്മൾ 15,000 cubic meter റാഫ്റ്റ് ചെയ്യുമ്പോൾ 15,000 into say 50% എന്ന് പറയുമ്പോൾ അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ആ ഒറ്റ ഒരു റാഫ്റ്റിൽ കുറയ്ക്കുന്നു. ഞാൻ സിമ്പിളായിട്ട് പറയാം, നിങ്ങളുടെ ഒരു വണ്ടി ഒരു വർഷം എമിറ്റ് ചെയ്യുന്നത് 4.6 tons of ഇതാണ് CO2 ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് കണക്ക്. അങ്ങനെ നോക്കുമ്പോൾ ഞാനൊരു റാഫ്റ്റ് ചെയ്തപ്പോൾ എത്ര വണ്ടി റോഡിൽ നിന്ന് മാറ്റി. സോ ദാറ്റ് ഈസ് ഹൗ യു ക്യാൻ കോൺട്രിബ്യൂട്ട്. അപ്പൊ നിങ്ങളൊരു ചെറിയ വീടാണ് പറയുന്നത്, ചെറിയ ബിൽഡിംഗ് ആണോ പണിയുന്നെങ്കിൽ പോലും യു ഡു എ സസ്റ്റൈനബിൾ ആക്ഷൻ. യു ഹാവ് ടു ഇൻസിസ്റ്റ് ഫോർ ഇറ്റ്. ഈ സ്ട്രെങ്ത് ഇഷ്യൂ ഇസ് എ കൺസേൺ, പക്ഷേ then you have to design it accordingly. അത് കറക്റ്റായിട്ട് മിക്സ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, വാട്ടർ ഡിമാൻഡ് കുറവായതുകൊണ്ട് യു ക്യാൻ റെഡ്യൂസ് ദി വാട്ടർ സിമെന്റ് റേഷ്യോ ഓർ യു കീപ് ദ സെയിം വാട്ടർ സിമെന്റ് റേഷ്യോ, യു ക്യാൻ യൂസ് ബെറ്റർ മിക്സേഴ്സ്. അതെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ്. CSH ഈ കേസ് GGBS ഫ്ലാഷ് കോൺക്രീറ്റിന്റെ കേസിൽ യു വിൽ ഹാവ് മോർ CSH അല്ലേ, കാരണം സെക്കൻഡറി റിയാക്ഷൻ ഉള്ളതുകൊണ്ട്. ഇവിടെ OPC മിക്സ് ആണെങ്കിൽ ഇത്രേ ഉണ്ടാകുള്ളൂ. അപ്പൊ വാട്ടറിന്റെ പെനിട്രേഷൻ എങ്ങനെ ആയിരിക്കും? ഇങ്ങനെ ആയിരിക്കും വാട്ടർ പെനിട്രേഷൻ അല്ലേ. ആ കേസിൽ വാട്ടർ പെനിട്രേറ്റ് ചെയ്യും. നിങ്ങളുടെ സ്റ്റീൽ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് 10 വർഷം കൊണ്ട് പെനിട്രേറ്റ് ചെയ്യും. ഇവിടെ നിങ്ങളുടെ സ്റ്റീൽ വെച്ച് കഴിഞ്ഞാൽ 10 അല്ല 20 അല്ല 30 വർഷം കഴിഞ്ഞാലും പെനിട്രേറ്റ് ചെയ്തിട്ടില്ല. ഇത് തിയററ്റിക്കലാണ്. ഇഫ് യു ഹാവ് നോട്ട് ഡൺ ദിസ് കോൺക്രീറ്റ് പ്രോപ്പർലി, if you have not compacted it well, if you have not cured it well, forget about using fly ash or microsilica or whatever. എത്ര നല്ല കോൺക്രീറ്റ് ഉണ്ടാക്കി കൊടുത്താലും if you don't have proper workmanship, proper curing, forget about the quality. അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ പല പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻടു ഇറ്റ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഗീവ്സ് ബെറ്റർ സൾഫേറ്റ് റെസിസ്റ്റൻസ്. സോ നമ്മളുടെ മറൈൻ എൻവയോൺമെന്റിലുള്ള ഇപ്പൊ കൊച്ചിയിലുള്ള മിക്ക സ്ട്രക്ചറും ഈസ് ഇൻ മറൈൻ എൻവയോൺമെന്റ് ആക്ച്വലി അല്ലെ. കോസ്റ്റ്ലി 10 kilometers അകത്ത് വരെ വരുന്നതിനകത്തുള്ള ബിൽഡിംഗ്സ് എല്ലാം സിവിയർ. നിങ്ങൾ എക്സ്പോഷർ ക്ലാസ്സസ് എല്ലാവർക്കും അറിയാമോ? എക്സ്പോഷർ ക്ലാസ്സസ് അറിയാവുന്ന ഒരാളെന്ന് കൈ വെക്കുമോ? ബിൽഡിങ്സിന്റെയോ കൺസ്ട്രക്ഷന്റെയോ ഇൻഫ്രയുടെയോ എന്തിന്റെയും എക്സ്പോഷർ ക്ലാസ്സസ്. എക്സ്പോഷർ എന്താണ് എക്സ്പോഷർ? ഞാൻ ശരിക്കും എന്റെ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോവാണ്, സമയം പോവാണ്. എനിക്ക് നാളേക്ക് നിർത്താനാണ്, പക്ഷെ ഐ ഡോണ്ട് തിങ്ക് സോ. പറ. എക്സ്പോഷർ IS 456 എന്നുള്ള സ്റ്റാൻഡേർഡ് ദേവി എല്ലാവരും വായിക്കണം. IS 456 ബേസിക് നോളജ്, ബേസിക് ആയിട്ട് സിവിൽ എഞ്ചിനീയേഴ്സ് അറിയേണ്ട കാര്യമാണ്. എവറി ഡിസൈൻ ഓഫ് എ സ്ട്രക്ചർ ഈസ് ഡൺ ബേസ്ഡ് ഓൺ എക്സ്പോഷർ കണ്ടീഷൻസ് ആണല്ലോ. അതായത് നിങ്ങൾ ചെല്ലാനത്ത് കടലിൽ പണിയുന്ന ഒരു സ്ട്രക്ചർ കൊടുക്കേണ്ട കോൺക്രീറ്റ് ആയിരിക്കുമോ ഇതായിരിക്കുമോ നിങ്ങൾ പോയിട്ട് എന്താണ് ഞങ്ങൾ തിരുവല്ല പണിയുന്ന കോൺക്രീറ്റ് ചെയ്യുക? അല്ല, തിരുവല്ലയുടെ ഒരു മറൈൻ എക്സ്പോഷർ ഇല്ല, മൈൽഡ് കണ്ടീഷൻസ് ആണ് അല്ലേ. പക്ഷെ ഈ പുറത്ത് കൊച്ചിയിലോട്ട് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് വെരി സിവിയർ ടു വെരി സിവിയർ കണ്ടീഷനാണ്. അപ്പോൾ ദർ ഈസ് എ ക്ലാസിഫിക്കേഷൻ, മൈൽഡ്, സിവിയർ, വെരി സിവിയർ, എക്സ്ട്രീം, ഇങ്ങനെ എക്സ്പോഷർ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതനുസരിച്ചിട്ട് വേണം ഓരോരുത്തർക്കും സ്ട്രക്ചറുകളെല്ലാം ഡിസൈൻ ചെയ്യാൻ. അതായത് നമ്മുടെ ക്ലൈമറ്റുമായിട്ടുള്ള ഇതുമായിട്ടുള്ള എക്സ്പോഷറിനനുസരിച്ചാണ് എല്ലായിടത്തും ഡിസൈൻ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള എക്സ്പോഷർ കണ്ടീഷൻസ് സിവിയർ ആയിരിക്കുന്ന കൊച്ചി പോലുള്ള ഒരു സ്ഥലത്ത് യു ഷുഡ് ബി യൂസിങ് ബ്ലെൻഡഡ് സിമെന്റ്സ്. അല്ലെങ്കിൽ നിങ്ങൾ പണിയുന്ന സ്ട്രക്ചർ ഇസ് നോട്ട് സേഫ്. ഇത് GGBS ആണ്. GGBSനും ഏകദേശം എല്ലാം സെയിം പ്രോപ്പർട്ടീസ് ആണ്.
കേട്ടോ. ഇറ്റ് പെർഫോംസ് വെൽ ഇൻ, അത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ബെറ്റർ സൾഫേറ്റ് റെസിസ്റ്റൻസ്, അതായത് ഫ്ലൈ ആഷിനേക്കാളും സൾഫേറ്റ് റെസിസ്റ്റൻസ് ഉള്ള എന്താണ് GGBS-നാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളോട് ഫോർ എക്സാമ്പിൾ നിങ്ങളോടൊരു ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ നിങ്ങൾ എവിടെ ചെയ്യുന്നത്, ഇപ്പം കടലിൽ ചെയ്തില്ലേ, ഇല്ലേ, CVC ചെയ്യുന്നില്ലേ, മുനമ്പം ഇല്ലേ, ദാറ്റ് ഈസ് എന്ത് കണ്ടീഷൻ അവിടെ, ഇറ്റ്സ് വെരി സിവിയർ, സീ വാട്ടറിലല്ലേ ചെയ്യുന്നത് അല്ലേ. അതേസമയം നിങ്ങൾ പെരുമ്പളത്തോ ഇല്ല അപ്പുറത്തോ പോയിട്ട് ഒരു ബ്രിഡ്ജ് ചെയ്യുകയാണെങ്കിൽ, ഇല്ല പമ്പയാറിലെ തകഴിയിൽ പോയിട്ട് ഒരു ബ്രിഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് very severe condition, അല്ലേ. So you can use a different type of cement there, but you have to use it. PSC ഉപയോഗിക്കുന്നില്ലെന്നാ പറഞ്ഞത്. PSC should be used in such structures actually. At least OPC fly ash mix ഉപയോഗിക്കും. അതാണ് ഉപയോഗിക്കുന്നത് തോന്നുന്നു, I don't know. But better sulfate resistance. നമ്മളുടെ സ്പെസിഫിക്കേഷനിൽ കേരള ഗവൺമെന്റിന്റെ സ്പെസിഫിക്കേഷനിൽ ചെല്ലാനം പ്രൊജക്റ്റില്, ചെല്ലാനത്തെ സീ വോൾ എല്ലാവർക്കും അറിയാമല്ലേ, സീ വോൾ കൺസ്ട്രക്ഷൻ വലിയ ടെട്രാപോഡ്സ് അവിടുത്തെ സ്പെസിഫിക്കേഷൻ വാസ് വെരി സിമ്പിൾ, 380 kg സിമെന്റ് ഇത്ര എഴുതിയിട്ടുള്ളൂ നമ്മുടെ സർക്കാർ. സോ ഐ ഇൻസിസ്റ്റഡ് ഫോർ PSC സിമെന്റ്. ഞാൻ പറഞ്ഞു ഇത് ഒരു മറൈൻ എൻവയോൺമെന്റിൽ സീയിൽ കടലിൽ കല്ലിടുന്ന പരിപാടിയാണ്. സോ ഇഫ് യു വാണ്ട് സസ്റ്റൈനബിൾ, ഇഫ് യു വാണ്ട് എ ലൈഫ് ഓഫ് 50 years, അറ്റ്ലീസ്റ്റ് 50 years, you should use PSC. So we start using, ഞാൻ ULCCസിന്റെ ഉദാഹരണത്തിലൂടെ അറിയാനുള്ള കാര്യമാണ്. So they have made a rule, അവർ ബോർഡിൽ പാസ്സാക്കി all അവർ, ഞാൻ ആ ഓർഗനൈസേഷനെ ഒന്ന് അവതരിച്ചിട്ട് പറയാം, അവരൊരു ഓർഡർ തന്നെ ഇറക്കി, in all our projects will use PSC or PPC in Kerala. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില PWD ഇവിടെ അങ്ങനെ ആരും ഇല്ലല്ലോ അല്ലേ, ഇത് ലൈവാണ്. ഓക്കെ, ചില ഗവൺമെന്റ് ഇത് PSC OPC തന്നെ വേണം. റെയിൽവേ പ്രോജക്റ്റിൽ പോകും, IAS ഒക്കെ പാസ്സായിട്ട് പോയ എഞ്ചിനീയേഴ്സാണ്, നമ്മളെ ഇപ്പൊ ബാക്ക് ബെഞ്ചിൽ നിന്ന് ഫ്രണ്ട് ബെഞ്ചിൽ നിന്ന് പഠിച്ച് ഇതൊക്കെ എടുത്തു പോയ ആൾക്കാരാണ്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ അവർ പറയുന്നത് OPC മതി, ഞങ്ങൾക്ക് OPC മതി എന്ന് പറയും. റെയിൽവേ പ്രോജക്ട്സ് ഇവിടുത്തെ കാര്യം പറയാം, എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഹൈ മാർക്സ് ഒക്കെ വാങ്ങിച്ച് IAS ഒക്കെ എടുത്ത് എഴുതി പോയ ആൾക്കാർ പോലും nobody want to change, ഇല്ല nobody want to take a risk. എല്ലാവർക്കും പെൻഷൻ വാങ്ങിക്കണം, ഇതൊക്കെ ലൈവാണ്. ഓക്കെ, റെഡ്യൂസ് പൊട്ടൻഷ്യൽ എക്സ്പാൻഷൻ, ഇതൊന്നും നമുക്ക് ആപ്ലിക്കബിൾ അല്ല. ലോങ്ങർ ടൈം ഓഫ് സെറ്റിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ ലോങ്ങർ ടൈം ഓഫ് സെറ്റിംഗിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞു. പക്ഷേ ഞാൻ PSC വെച്ചിട്ട് പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റ് 12ാം മണിക്കൂറിനകത്ത് യൂസ് ടു റിമൂവ് ദി മോൾഡ്. ഷട്ടറിങ് മാറ്റുക, അടുത്തത് വെക്കുക, അതിലേക്ക് പോറുക, 12 മണിക്കൂർ കഴിയുമ്പോൾ അത് കഴിക്കുക, ഇപ്പുറത്തോടെ എടുത്ത് വെക്കുക. അങ്ങനെ എവറി ഡേ 500 ടെട്രാപോഡ്സ് വെയർ കാസ്റ്റ്. ഓരോ ദിവസം 500 ടെട്രാപോഡാണ് ആ പ്രോജക്റ്റിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. CBC സപ്ലൈ ചെയ്തിട്ടുണ്ട്, അൾട്രാടെക് സപ്ലൈ ചെയ്തിട്ടുണ്ട്, ULCC's own ready mix was there. All concrete was supplied with PSC. So I can guarantee that concrete is very good. Actually, we are publishing the research paper is going to be published. I am part of it from University of Arizona, the research student. I am also part of it because I gave all the data. She is doing it. Professor Narayan Nunda, he is a professor of University of Arizona. We are publishing it. It will be a good research paper actually. Kerala is a very construction. So I bat for blended cements always, okay, because of all these reasons. Heat of hydration. Reduces heat of hydration. എന്തിനാണ് heat of hydration കുറയ്ക്കേണ്ടത്? എന്തിനാണ് heat of hydration കുറയ്ക്കേണ്ടത്? നിങ്ങൾ അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ 1 മീറ്ററിനേക്കാൾ ഡെപ്തോടെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ടോ? ഒറ്റയടിക്ക് 1 മീറ്ററിനേക്കാൾ സൈസ്, അതായത് 1 മീറ്റർ ഡെപ്തും അങ്ങനെയുള്ള ഹ്യൂജ് സ്ട്രക്ചേഴ്സ് എല്ലാം ചെയ്യുന്നുണ്ടോ? ഫൗണ്ടേഷൻ ഹി ഹാസ് ഡൺ ഇറ്റ്. ആരാണ്? ശോഭ. അവര് ചെയ്തത് ചിലപ്പോൾ 1.5 മീറ്റർ ഒക്കെ ഡെപ്ത് കാണും അല്ലേ, 1.5-2 മീറ്റർ ഡെപ്തുള്ള ഫൗണ്ടേഷൻസ് ചെയ്യുന്നു. ഫൗണ്ടേഷൻസ് ആരും ചെയ്തിട്ടുണ്ടോ? അങ്ങനത്തെ സ്ട്രക്ചർ ആരും ചെയ്തിട്ടുണ്ടോ? നമുക്ക് മാസ് കോൺക്രീറ്റിലാണ് തെർമൽ എക്സ്പാൻഷന്റെ പ്രോബ്ലം, തെർമൽ ക്രാക്സ് ഉണ്ടാകുന്നത് മെയിൻലി
മാസ് കോൺക്രീറ്റിലാണ്. പക്ഷെ തിക് സ്ലാബ്സ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ OPC മാത്രം ഇട്ട് ചെയ്യുകയാണെങ്കിൽ there is a possibility for development of more cracks. So നമ്മളൊക്കെ raft foundations ഇതുപോലത്തെ huge structures ചെയ്യുമ്പോൾ what we used to do, we used to add slag or fly ash, mainly slag, which reduces the heat of hydration. Slag കോൺക്രീറ്റ് ലൈറ്റാണ് കളറ്. കണ്ടിട്ടുണ്ടോ? GGVs കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അപ്പുറത്തെ ഫോട്ടോ നോക്കിയാൽ മതി. ദാറ്റ് ഈസ് ദ കളർ ഓഫ് സ്ലാഗ്. Slag concrete is less porous and hence more durable. ഞങ്ങളുടെ സമയമില്ല ഗ്രാഫ് ഒക്കെ കാണിക്കാം, കാരണം ഞാൻ പറഞ്ഞു പോകുന്നതിന് ഒരു സപ്പോർട്ട് വേണ്ടേ. ഇത് ക്ലോറൈഡ് പ്രൊഫൈലാണ്. ക്ലോറൈഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു ഒരു ബീം എടുത്തു, ഒരു 50 mm താഴെ ആയിരിക്കുമല്ലോ ഒരു സ്റ്റീൽ കവർ, ഒരു 50 mm ആണെന്ന് വെച്ചോളൂ. അതിന്റെ താഴെ സ്റ്റീൽ പോകുന്നു. ആ സ്റ്റീൽ വരെയുള്ള ഈ 50 മേൾ മുതൽ താഴെ ഓരോ സെന്റിമീറ്ററിലും യു വിൽ ടേക്ക് എ സാമ്പിൾ ഔട്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ ക്ലോറൈഡ് കണ്ടന്റ് ഓഫ് ദാറ്റ് സാമ്പിൾ. അത് എന്നിട്ട് മാർക്ക് ചെയ്തതിനാണ് ക്ലോറൈഡ് പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത്. അതായത് ടോപ്പിൽ നിന്ന് ആ സ്റ്റീലിൽ എത്താനുള്ള 50 mm ഓരോ സെന്റിമീറ്ററിലും എത്ര ക്ലോറൈഡ് വേണം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഒരു ത്രെഷോൾഡ് ലെവലുണ്ട്. ഏത് ക്ലോറൈഡിന്റെ ഒരു ത്രെഷോൾഡ് ലെവലുണ്ട്. ഇത്ര ഇതിൽ മേളിലാണെങ്കിൽ ഏത് പ്രോസസ്സാണ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുള്ള കൊറോഷൻ പ്രോസസ്. അപ്പം ഈ ക്ലോറൈഡ് പ്രൊഫൈലിംഗ് ഒരു നല്ല ടെസ്റ്റിംഗ് ലാബ് ചെയ്ത് കഴിയുമ്പോൾ വി നോ അറ്റ് വാട്ട് ഡെപ്ത് ഈസ് ദി ക്ലോറൈഡ് ത്രെഷോൾഡ് എക്സീഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇന്ന ഡെപ്ത് വരെ ക്ലോറൈഡ് എത്തിയിട്ടുണ്ട്. എത്ര വർഷം കൊണ്ട്? ഞാനിപ്പോൾ ഈ സ്ട്രക്ചർ ചെയ്തിട്ട് 5 വർഷം കഴിഞ്ഞാണ് ഈ ടെസ്റ്റ് ചെയ്തതെന്ന് വെച്ചോ. 5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു 20 സെന്റിമീറ്റർ വരെ അല്ല 20 mm വരെ ക്ലോറൈഡിന്റെ കുഴപ്പം വലിയ ത്രെഷോൾഡിന് മേലുള്ള ക്ലോറൈഡ് കണ്ടന്റ് ഉണ്ട്. 20ക്ക് താഴെ അത് കുറവാണെങ്കിൽ ഞാൻ എന്താ അസ്യൂം ചെയ്തത്? ഈ 5 വർഷം കൊണ്ട് എൻ്റെ കോൺക്രീറ്റിൽ 20 mm വരെ ഇത് എത്തിയിട്ടുള്ളൂ. അപ്പൊ അടുത്ത എത്ര വർഷം കൊണ്ട് ഈ ത്രെഷോൾഡിലുള്ള ക്ലോറൈഡ് കണ്ടന്റ് ഈ സ്റ്റീലിൽ എത്തുമെന്ന് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദർ ഈസ് എ ഫോർമുല ഫോർ ദാറ്റ്. ഓക്കെ, സിമ്പിൾ ടൈം സ്ക്വയർ റൂട്ട് ഓഫ് ടൈം മെത്തേഡ് ആണ്. ഒരു സിമ്പിൾ കാൽക്കുലേഷൻ ഉണ്ട്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എനിക്കറിയാം ഇത് തുരുമ്പെടുക്കണമെങ്കിൽ ഈ കോൺക്രീറ്റ് ആയതുകൊണ്ട് ഇത് തുരുമ്പെടുക്കണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സമയമുണ്ട്. അപ്പം ഐ ക്യാൻ ഡു റിപ്പയർ വർക്ക്, ഐ ക്യാൻ ഡു സോ മെനി എന്താണ് പോസ് എല്ലാം അടങ്ങിയുള്ള ഗ്രൗണ്ടിങ് ചെയ്യാം. വാട്ട് എവർ ആക്ഷൻ ഐ ക്യാൻ ഡു ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ഇറ്റ് ഐ ക്യാൻ പെർഫോം ഇറ്റ് ഇഫ് ഐ നോ ദ ക്ലോറൈഡ് പ്രൊഫൈൽ. അങ്ങനെയുള്ള ക്ലോറൈഡ് പ്രൊഫൈൽ ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതുണ്ട് 0% സ്ലാഗ് ഉള്ളതാണ് ഈ കാണുന്ന ഗ്രാഫ്. കണ്ടോ, 80 mm വരെ ഡെപ്തിലേക്ക് അവർ ക്ലോറൈഡ് പ്രൊഫൈൽ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അതായത് മേളിൽ 0-ൽ ഏകദേശം 0.8% ഉണ്ട്. 80-ൽ എത്തിയപ്പോൾ അതൊരു 0.2, 0.3 വരെ ഉള്ളൂ. ഓക്കെ, അതേസമയം ഇത് നോക്കുക, 65% ഉള്ള സ്ലാഗ് ഉള്ള ഒരു കോൺക്രീറ്റ് ആണിത്. ഇതിൽ അതേ സെയിം ടൈമിങ്ങിലെടുത്ത ഇല്ല സെയിം ഡെപ്തിലെടുത്ത ക്ലോറൈഡ് എത്ര പെനിട്രേഷൻ? ഓൺലി 0.6. 0.6-ന് താഴെ. പിന്നെ അതിങ്ങോട്ട് നോക്കൂ, ഇവിടെ വരെ. അതായത് ആക്ച്വൽ എക്സ്പെരിമെന്റ് എന്നുള്ള ഗ്രാഫുകളാണ്. അതായത് ഈ സിമെന്റ് GGVs ഉപയോഗിച്ചുള്ള ഒരു കോൺക്രീറ്റ് ആണെങ്കിൽ അതില്ലാത്തൊരു കോൺക്രീറ്റ് പെട്ടെന്ന് ക്ലോറൈഡ് പെനിട്രേറ്റ് ചെയ്യുകയാണ്. അതേസമയം 65% സ്ലാബ് ഉള്ളതിൽ ക്ലോറൈഡ് പെനിട്രേഷൻ ഈസ് വെരി വെരി സ്ലോ. സോ ഏതിനായിരിക്കും ലൈഫ് ഉണ്ടാവുക? വിച്ച് സ്ട്രക്ചർ വിൽ ഹാവ് ലൈഫ്? ഇതിന്റെ സർവീസ് ലൈഫ്, ഈ 65% സ്ലാബ് ഉള്ളതിന്റെ സർവീസ് ലൈഫ് വിൽ ഗോ ഫോർ മേബി 100 years. പക്ഷേ ഇത് വളരെ ഫാസ്റ്റായിട്ട് ക്ലോറൈഡ് പെനിട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് വിൽ നോട്ട് ലാസ്റ്റ്. സിമ്പിൾ ഒരു എക്സ്പെരിമെന്റ് ആണത്. ഇത് ഡാറ്റയാണ് കോൺക്രീറ്റ് സൊസൈറ്റിയുടെ ടെക്നിക്കൽ നോട്ട് ചെയ്തെടുത്താണ്. സോ ഇതെന്താ മനസ്സിലാക്കിയ? സ്ട്രെങ്ത്തും സെയിം ഇഷ്യൂ ആണ്. ലേറ്റർ ഏജ് സ്ട്രെങ്ത് മാത്രമേ സ്ലാഗ് കോൺക്രീറ്റ് കിട്ടൂ. നിങ്ങൾ 7 days സ്ട്രെങ്ത്തിന് ഈക്വൽ സിമെന്റ് കണ്ടന്റ് ഇട്ടിട്ട് OPCയുടെ അതേ സിമെന്റ് കണ്ടന്റ് ഇട്ട് PSC ചെയ്യുകയാണെങ്കിൽ യു വിൽ നോട്ട് ഗെറ്റ് സ്ട്രെങ്ത്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഡിപ്പാർട്ട്മെന്റ് 380 kg ആണ് അവിടെ സ്പെസിഫൈ ചെയ്തിരുന്നത്. I used 400 kg of PSC.
instead of 380 kg OPC, I use 400 kgs of PSC, but the price of unit price was same. So I did not spend more money, even though I added bit of cement, but I extended the life of that structure. That is more important. നിങ്ങൾ ഓഫീസിൽ പറഞ്ഞിട്ട് ഈ മുമ്പേ ഗ്രാഫിക് കാണിച്ച പോലെ 5 വർഷം 10 വർഷം കഴിയുമ്പോഴത്തേന് അത് കൊറോഷൻ തുടങ്ങുന്നു. മറ്റേത് ചിലപ്പോൾ 20-25 വർഷം കഴിഞ്ഞ് ആ കൊറോഷൻ തുടങ്ങത്തുള്ളൂ. ഏതാണ് നല്ലത്? ഈവൻ ഇനിഷ്യലി യു സ്പെൻഡ് ബിറ്റ് മോർ മണി. എവിടെയാണ് ലാഭം? 10 വർഷം കഴിഞ്ഞ് പൊളിച്ചു കളയുന്നതാണോ, ഇല്ല 10 വർഷം കഴിഞ്ഞ് മെയിൻ്റനൻസിലേക്ക് പോകുന്നതാണോ, അതോ 20-25 വർഷം കഴിഞ്ഞ് മെയിൻ്റനൻസിലേക്ക് പോകുന്നതാണോ നിങ്ങൾക്ക് ലാഭം? സോ യു തിങ്ക് അബൌട്ട് ഇറ്റ്. പക്ഷെ ഇതെല്ലാം അച്ചീവ് ചെയ്യണമെങ്കിൽ workmanship should be there, concrete should be placed properly, curing should be done. Curing എല്ലാവരും ചെയ്താൽ കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചതുകൊണ്ട് ക്യൂറിങ്ങിനെ പറ്റി വീണ്ടും പറയാം. ഇതൊന്നും പറയേണ്ടതാ. ഇതിനകത്ത് തന്നെ നോക്കിയാൽ ഇത് GGBSന്റെ കേസിലാണ് കണ്ടോ. ഇത് ഈ സ്ട്രെങ്ത് കണ്ടോ. അതായത് ഇത് OPCയുടെ മിക്സ് ആണ്. ഇതിന് 365 ഡേയ്സ് ഇത്ര സ്ട്രെങ്ത് കിട്ടുമ്പോൾ OPC പ്ലസ് 50% GGBS ചെയ്ത കോൺക്രീറ്റിന് അതിലേക്കൊക്കെ ഉള്ള സ്ട്രെങ്ത് 365 ഡേയ്സിൽ അച്ചീവ് ചെയ്യുന്നുണ്ട്. അപ്പം ലോങ് ടൈം സ്ട്രെങ്ത് PPC ആൻഡ് PSC both will achieve long term strength beyond 28 days. നമ്മളുടെ പ്രാക്ടിക്കൽ ഇഷ്യൂ നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ് 7 days സ്ട്രെങ്ത് എന്നുള്ളത്. ഫോർ ദാറ്റ് യു ഷുഡ് ഡിസൈൻ ദ കോൺക്രീറ്റ് വിത്ത് ബിറ്റ് മോർ cement better, PSC or PPC with a better admixture. So these are almost I'm reaching last slides. The effect on sustainability. എങ്ങനെയാണ് ഈ ഞാൻ ഈ പറഞ്ഞ ഈ യൂസ് ഓഫ് fly ash or GGBS, how it is going to help the sustainability? Sustainability is important or not? എന്താണ് sustainable construction? What is sustainable construction? എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും മലയാളത്തിൽ പറയാമോ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എല്ലാവരും സസ്റ്റൈനബിൾ എന്ന് പറയുന്നു. എന്താ ആരാ ഒന്ന് കൈവെക്കൂ. ആരാ ഇപ്പൊ പറഞ്ഞേ? സുസ്ഥിര വികസനം. മലയാളം. അതെ, ഞാൻ മലയാളം വേണ്ടിയായിരുന്നു. പറഞ്ഞു അങ്ങ് പറയൂ. സുസ്ഥിര വികസനം മലയാളത്തിൽ തന്നെ പറയൂ. എന്താണ് സുസ്ഥിര വികസനം? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ റിസോഴ്സസ് ഹോൾഡ് ചെയ്യുന്നത്? അതുകൂടെ പറയണം. യു ആർ റിട്ടൈനിങ് യുവർ കറന്റ് റിസോഴ്സസ്, ബട്ട് ദെൻ യു ഹാവ് ടു ലീവ്. സോ യു ഹാവ് ടു റെസ്പോൺസിബിളി യൂസ് ദ കറന്റ് അവൈലബിൾ റിസോഴ്സസ് ആൻഡ് റിട്ടൈൻ സം ഓഫ് ദോസ് റിസോഴ്സസ് ഫോർ ദി ഫ്യൂച്ചർ ജനറേഷൻ. അങ്ങനത്തെ ഡെവലപ്മെന്റ് ആണ് ചെയ്യേണ്ടത്, അല്ലേ? നിങ്ങളുടെ സിമെന്റിൽ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ലൈം സ്റ്റോൺ ആണ്. ലൈം സ്റ്റോൺ ക്വാറീസ് ഇവിടെ എത്ര ഉണ്ട്? ക്രഷേഴ്സ് കേരളത്തിൽ ആദ്യം ഒരു സിമെന്റ് കമ്പനി ഉള്ളൂ, മലബാർ സിമെന്റ്. ആൻഡ് വാളയാർ ദേഹാമസ് ഏരിയ കാട്ടിലുണ്ട്, പുറകിൽ ഫാക്ടറിയുടെ പുറകിൽ. ഐ ബീൻ ടു ദർ. സോ ആ റിസോഴ്സസ് മേ ബി ഒരു റിസോഴ്സ് തീരാതിരിക്കത്തില്ല. Limestone will end up in next 20 years. So if it ends in 20 years, what happens to that industry and the people around them? What happens? So if you replace cement with fly ash, GGBS, you can keep that crusher or quarry or resource for another 50 years. Alright? That will be helpful for your നെക്സ്റ്റ് ജനറേഷൻ. അപ്പൊ ഇങ്ങനത്തെ സിമ്പിൾ ആക്ഷൻസ് ഒക്കെ എടുക്കണം. അപ്പോൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, ഇലക്ട്രിക്കൽ ആണെങ്കിലും എനിക്ക് സസ്റ്റൈനബിലിറ്റിയെ പറ്റി അറിയാം, അല്ലേ? ഒരു കൈയടി കൊടുത്തേ പുള്ളിക്ക്. കൈയെടുത്തത് ഉറങ്ങുന്നവരെയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് കേട്ടോ, അതിനല്ല കേട്ടോ. കാരണം അതെന്ന് എന്താണ് ഫ്ലൈ ആഷും സ്ലാഗും ഒക്കെ? ഫ്ലൈ ആഷ് എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ നിന്നുള്ള പ്രൊഡക്റ്റാ? ഞാൻ ആദ്യമേ പറയേണ്ടായിരുന്നു, ഞാൻ അവസാനം പറയാം, ചോദിക്കാം. ഫ്ലൈ ആഷ് എവിടുന്ന് വരുന്ന ബൈ പ്രൊഡക്റ്റ് ആണ്? പവർ പ്ലാന്റ്സ് എന്ന് പറയുന്ന ബൈ പ്രൊഡക്റ്റ് ആണ്. ഈസ് ഇറ്റ് വേസ്റ്റ് ഓർ നോട്ട്? ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. സോ സസ്റ്റൈനബിൾ
വാട്ട് ഈസ് സസ്റ്റൈനബിലിറ്റിയിലെ ഒരു പ്രിൻസിപ്പിൾ എന്താണ്? റീസൈക്കിൾ, റെഡ്യൂസ് ആൻഡ് റീയൂസ് അല്ലേ? ഇത് എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതെന്താണ്? ഇൻഡസ്ട്രിയൽ ബൈ പ്രൊഡക്റ്റ് ആൻഡ് ഇൻകോർപ്പറേറ്റ് ഇൻ കോൺക്രീറ്റ്. നമ്മൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഏത് പവർ പ്ലാന്റിൽ പോയി നോക്കൂ, ഭയങ്കര ഹീപ്പ് ഓഫ് ഫ്ലൈ ആഷ് അവൈലബിൾ അല്ലേ? നമ്മൾ ഇന്ത്യയിലെ പവർ ജനറേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? മേജർ പവർ ജനറേഷൻ കേരളത്തിൽ നമുക്ക് ഈ കറണ്ടൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഡാമിൽ നിന്നാണോ? അല്ല, നോട്ട് ഫ്രം ഹൈഡ്രോളിക് പ്രോജക്ട്സ്. വി ആർ ഇലക്ട്രിക്കൽ. വാട്ട് ഈസ് ദ പവർ ജനറേഷൻ? Hydraulic power generation in Kerala, I think only 30% of our power comes from hydraulic power generation. The rest of the power is coming from nuclear or thermal power plant. And thermal power plant is producing the fly ash. You can throw it, you can leave it at somewhere and it flies out, making environmental pollution. അല്ലേ? എന്തൊക്കെ വേണം സംഭവിക്കാം? ആൾക്കാരുടെ ജീവനെല്ലാം അപകടം സംഭവിക്കാം, ആൾക്കാരുടെ ആയുസ് കുറയാം, എന്ന് സംഭവിക്കാം. സോ വാട്ട് വി ആർ ഡൂയിങ്, വാട്ട് ഈസ് ദ സസ്റ്റൈനബിൾ ആക്ഷൻ വി ആർ ഗോയിങ് ടു ഡു? വി ആർ യൂസിങ് ഇറ്റ് ഇൻ cement concrete manufacturing. I mean, we use it in cement for blending, and we are ultimately it goes into concrete. So we are using a industrial byproduct for concrete manufacturing. Then avoids disposal of blast furnace slag and fly ash as waste. Increase structural life by improving the durability of concrete. അല്ലേ? നമ്മൾ ഒരിടത്ത് കിടക്കുന്ന വേസ്റ്റ് എടുത്ത് സസ്റ്റൈനബിൾ ആക്ഷൻ ചെയ്യുന്നു, റീപ്ലേസ് ചെയ്യുന്നു സിമെന്റിനെ, അങ്ങനെ ഒരു എനർജി CO2 എമിഷൻസ് കുറയ്ക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അടുത്ത പടി അതിനേക്കാൾ വലിയ കാര്യം എന്താ ചെയ്യുന്നത്? We are increasing the service life. So അദ്ദേഹം പറഞ്ഞ പോലെ 100 വർഷം പാലാരിവട്ടം പറഞ്ഞ് നിന്നിരുന്നെങ്കിൽ 18 കോടി കൊടുത്തിട്ട് 3-4 വർഷം കഴിഞ്ഞത് പണിയേണ്ടി വരുമായിരുന്നോ? ഇല്ലല്ലോ. So if you do sustainable development, that will stay for 100 years and your resources will be used for building another bridge. അല്ലേ? വേറൊരു സ്ട്രക്ചർ ചെയ്യാൻ ആ സെയിം മെറ്റീരിയൽ നിങ്ങൾക്ക് വേറെ എവിടെയും ഉപയോഗിക്കാമായിരുന്നു. ഉപയോഗിക്കാൻ പറ്റിയില്ല. So you have to do sustainable actions. GGBS mix reduces the urban heat island effect. ഏത് കോൺക്രീറ്റ്? Not only office. No, see, that is just a comparison. It is better to cure all the concrete for 10 days or 15 days. There is no harm in it. But what type of water you are using for curing? Potable. Hopefully. So, ആൾക്കാർ PSC ഉപയോഗിക്കാറുണ്ടോ, PPC ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ this is a project where we use PSC. Complete and the same issues where we are supposed to de-shutter in 12 hours, which is being done. But you can do any concrete with proper designs. If you do proper designs, I will tell you, admixture is playing a very important role. If you use right admixtures, right cement, you can do anything. So here, this is a huge construction. If you see, this is a structure where M55 concrete is being used with PPC. PPC is used and PSC is also used. അപ്പം സ്ട്രെങ്ത് കിട്ടുമോ? 7 days കിട്ടുമോ? 28 days കിട്ടുമോ? ഇത്രയും വലിയ സ്ട്രക്ചർ, ബിക്കോസ് ദ 27 meter ഇതുണ്ടല്ലോ വിഡ്ത്തുള്ള നാഷണൽ ഹൈവേ 6 lanes സ്ട്രക്ചർ ഈസ് സ്റ്റാൻഡിംഗ് ഓൺ ദിസ്. ഇത് കാസർഗോഡ് ടൗണിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, സിംഗിൾ പേരിലാണ് ആ ഫുൾ സ്ട്രക്ചർ പോയിരിക്കുന്നത്. 1.4 kilometers of flyover done by ULCCs. So ഇത് heavily reinforced ആണ്, heavily reinforced structure. ഇത് ആദ്യത്തെ പേരാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് 10-40 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പേരിലാണ് ഈ സ്ട്രക്ചർ വരുന്നത്, ഈ ഒറ്റ ഇതിന്റെ പേരിലാണ്. അപ്പൊ ഇത് I did it with PSC. This is a PSC concrete. Portland slag cement. The whole project is done with PSC mainly, and some of the PPC is also being used. So projects are there. People are using it with very high confidence level. Okay,
There is no issue using this material. That's why I'm showing these photos. And just to conclude, ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ it's being used in metros like Dubai and all. Okay, Dubai മുനിസിപ്പാലിറ്റിയുടെ ബേസ് ലൈൻ മിക്സസ് ആണ്. You see the mix. For example, C30, which is M30, OPC plus 36% GGBS is mandatory. I can't design it without GGBS. 2000 to 2020, I used only GGBS. Fly ash I use it because availability of fly ash in Middle East is difficult. There are no thermal power plants. Now they have one thermal power plant in Abu Dhabi. So, see, this is a baseline mixed design. And you can either use it or you can optimize it. It's up to you. But ഈ മിക്സസ് ഒക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ ക്യൂബിക് മീറ്റർ ഇങ്ങനെ ഒരു മിക്സ് ഒരു ക്യൂബിക് മീറ്റർ ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് എത്ര കാർബൺ ഡയോക്സൈഡ് എമിഷൻ ഉണ്ടാവും, വേറെ ഫാക്ടേഴ്സ് ഉണ്ട്. There are so many other factors. അതെല്ലാം എത്ര ആണെന്ന് വെച്ചിട്ടുള്ള ബേസ് ലൈൻ മിക്സ് ആണിത്. സോ ദിസ് ഈസ് മാൻഡേറ്ററി. നമ്മുടെ നാട്ടിൽ ഇത് നടക്കുമെന്ന് എനിക്ക് ഇപ്പോഴൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ചേഞ്ചസ് വിൽ കം. നമ്മൾ വി ആർ റെവല്യൂഷനൈസിങ് അവർ ഇൻഡസ്ട്രി. സോ it will come. Someday it will come. But we are just behind 20 years. So it's going to come. Oxford. ഈ മിക്സസ് ഒക്കെ കണ്ടില്ലേ, ലൈക്ക് C90 പോലും you have 26% of okay. So this M50 grade concrete you had used for the pier. Pier no എടുത്ത് ഉപയോഗിച്ചില്ലായിരുന്നു അല്ല, അത് earliest ഞാൻ മുമ്പേ കാണിച്ച കേരളത്തിലേക്കല്ല, കേരളത്തിൽ കാസർഗോഡ്. അപ്പോൾ അതിൽ എത്രയാണ് സിമെന്റ് കണ്ടന്റ്? സിമെന്റ് 510 നോട്ട് സിമെന്റ് കണ്ടന്റ്. അത് PSC 510. PSC 510. So that was like 55% of slag. So you can calculate 510 in the അത് 450 എക്സീഡ് ചെയ്തിട്ടില്ല. അത് ചോദിക്കാൻ വേണ്ടിയിട്ടല്ലേ ചോദിക്കുന്നത്. അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 450 kg അത് എക്സീഡ് ചെയ്തിട്ടില്ല ഇല്ല. പക്ഷേ how you will design M70 M80 with that road, not possible. So higher grade like we have to change the rules. But you can still replace OPC with GGBS. See, ഇവിടെ തന്നെ കണ്ടില്ലേ, ഇവിടെ ടോട്ടൽ സിമെന്റ് 510 വരെ പോയിട്ടുണ്ട് കണ്ടോ. 90ക്കാണ് M90ക്ക് 510 വിത്ത് അല്ല സോറി ടോട്ടൽ സിമെന്റ് കണ്ടന്റ്. No, sorry, total is 510, 336, 133 and 41. So ഇവിടെ strength factor ഇതാണ് സിലിക്ക ഫ്യൂം. സിലിക്ക ഫ്യൂം 10% ഉണ്ട്. That gives you strength. But I will not design it with 510. I cannot. ഞാനിത് I think I was using 560 or 550 kg. Immediately even the material that you are procuring from here, that also will not be possible. See, there are so many factors. You may not get good aggregate here. So that is why I said you need to do the designs properly. You should do the designs properly. Whether cement variable, when you make a mixed design, consult with somebody who knows about it. Adana I parayunnathu. So that's it. So ഈ GGBS ഒക്കെ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന കൺട്രികളുണ്ട്. വെസ്റ്റേൺ കൺട്രീസിലെല്ലാം ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ മാത്രം നമുക്ക് പേടിയാണ്. ഇതൊരു പുതിയ പരീക്ഷണമൊന്നുമല്ല. ഇതൊരു 50-60 വർഷം മുമ്പ് ഒരു തുടങ്ങിയ കാര്യങ്ങളാണ്. 1950s തുടങ്ങിയതാണ്. നമുക്കിപ്പോഴും ഇത് പുതിയതാണ്. വി ആർ ഹെസിറ്റന്റ് ടു ഡു ദിസ്. ബട്ട് വി ഷുഡ് തിങ്ക്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ആദ്യം മഴയെ പറ്റിയും വെയിലിനെ പറ്റിയും ക്ലൈമറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞത്. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഞാൻ ഇപ്രാവശ്യം അധികം ചോദ്യം ആരോടും ചോദിച്ചില്ല. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? Any questions? Okay, then I will have a question. Site എന്ന് പറയുന്ന ആരാണ്? സൈറ്റ് എഞ്ചിനീയേഴ്സ്. ഇതിൽ സൈറ്റ് എഞ്ചിനീയേഴ്സ് സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന എത്ര പേരുണ്ട്? കോൺക്രീറ്റ് വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നവർ കൈവപ്പിക്കുക. ആദ്യം കൈവയ്ക്കുന്നവരോട് ചോദിക്കില്ല. ഇവരോട് 5 പേരോട് ചോദിക്കുന്നില്ല. അപ്പൊ അവിടെ ആരും കോൺക്രീറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ആരും കോൺക്രീറ്റ് വർക്ക് മാഡം എന്നെ നോക്കുന്നില്ല. ഞാൻ വിരൽ ചോദിച്ചപ്പോ കോൺക്രീറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ?
സൈറ്റില്ല ഇല്ല, ഇവരാരും കോൺടാക്ട് ചെയ്തില്ല. നിങ്ങളോടുള്ള ആൾക്കാരല്ലേ ഇത്? ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ആർക്കായി ഓക്കെ വോളണ്ടിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേറെ. ക്യൂറിങ് ഇന്നിപ്പോൾ ഒരു സ്ലാബ് ചെയ്യുന്നു 3 മണി ഇപ്പോൾ പണി തീർന്നു. ക്യൂറിങ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും നിങ്ങളുടെ സൈറ്റിൽ? കഴിച്ച് എനിക്ക് ചോദിക്കാൻ പറ്റില്ല, എല്ലാവരും ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. Good evening, everyone. We've come to the last part of the program, that's the vote of thanks. So on behalf of Cochin Center, I'd like to express my sincere gratitude to all of you for attending the skill development program. Special thanks to our speaker, Shyam Prasad sir, for his insightful thoughts. എന്തായാലും നമ്മൾ പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എം എസ് ഷെട്ടിയുടെ ബുക്കിലെ കോൺക്രീറ്റ് ടെക്നോളജിയിൽ പറഞ്ഞതൊക്കെ കുറച്ചൊക്കെ സത്യമാണെന്ന് സാർ പറഞ്ഞപ്പോൾ മനസ്സിലായി. Thanks to our chairman, Sri George Palan, our vice chairman, Sri Anil Joseph. He is also our National and Skill Development Committee chairman. Special thanks to our Skill Development chairman, Sri Jibbu Matthew. And our special appreciation goes to all BI members and our staffs who have been attending the meeting today. Special thanks to all the BI members for sending their staff for participating in this program. Thanks to Green Media who's been doing the live telecast for us. Thank you all. Program Daniel, we've arranged a small tea and snacks for all the participants. Thank you. നിങ്ങൾ ഈ ടോക്ക് അറ്റൻഡ് ചെയ്തു. നിങ്ങൾ ഇത് ഈ ടോക്കിൽ നിന്ന് എന്തൊക്കെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളത് ഇന്നത്തെ